ഇന്ന് നമുക്ക് അനേകം സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. സഭകൾക്ക് എണ്ണമില്ല. ഇഷ്ടംപോലെ ഡിനോമിനേഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ സഭകൾ വളരെ കുറവാണ്. ഞാൻ സഭ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചെങ്കിലും നമ്മൾ കൂടി വരുന്നത് മിക്കതും പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ്, സഭകളല്ല. സഭകൾ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെ മേൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളുടെ മേൽ മാത്രമേ പണിയപ്പെടാൻ സാധിക്കുകയുള്ളൂ. If there is no doctrine preached in a church, it's not a church. It's only a prayer assembly. നമുക്ക് അറിയാം, റോമൻ കാത്തലിക് ചർച്ചിന് ഒരു ഡോക്ട്രിൻ ഉണ്ട്. തെറ്റായ ഡോക്ട്രിൻസ് ആണ്, പക്ഷേ സ്റ്റിൽ ദേ ഹാവ് എ ഡോക്ട്രിൻ, ദേ ഫോളോ ദാറ്റ് ഡോക്ട്രിൻ. അതേസമയത്ത് ആ ഡോക്ട്രിൻ ഒന്നും മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അവർക്ക് അപ്പം വർദ്ധിച്ച് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ദേ ഗോ ടു വേളാങ്കണ്ണി, ദേ ഗോ ടു ഡിഫറെൻറ്റ് ദേ ഗോ ആസ് പിൽഗ്രിംസ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. അവിടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മൂർത്തികൾ അല്ലെങ്കിൽ വിശുദ്ധന്മാർ, മരിച്ചുപോയവർ, അവർക്ക് ഉത്തരം തരുന്നെന്ന് അവർ അസ്യൂം ചെയ്യുന്നു. സോ ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നേരെ മലയാറ്റൂരോ വേളാങ്കണ്ണിയോ ഒക്കെ പോകുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ ചർച്ച്. ദാറ്റ്സ് എ പിൽഗ്രിമേജ്. ദാറ്റ്സ് എ പ്രെയർ. They are praying for their deliverance. അതുപോലെ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇന്നും നമ്മൾ വേളാങ്കണ്ണിക്കും മലയാറ്റൂരിൽ നിന്ന് പോകുന്നില്ലെങ്കിലും വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ദിവ്യനായ പാസ്റ്റർ എടുത്ത് പോകുന്നു. മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് നമ്മളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെടുത്ത് നിന്നിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, യേശുക്രിസ്തു വഴി പോയിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് മധ്യസ്ഥനായി നിന്നിട്ട് ഇത് കാര്യം നടത്തി തരണം. പാസ്റ്റർ റെഡിയാണ്, കാരണം ഹീസ് ദ മീഡിയേറ്റർ. പാസ്റ്റർ എന്ത് ചെയ്യുന്നു? പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടാത്തത് ഈ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു. സോ ഹീ ബിക്കംസ് മൈ മീഡിയേറ്റർ ആൻഡ് ഹീ മീഡിയേറ്റ്സ് ഫോർ മീ. അപ്പം ഇങ്ങനെ മീഡിയേറ്റ് ചെയ്യാൻ കഴിവുള്ള പാസ്റ്റർമാരുടെ കീഴിൽ പോയിരുന്ന് വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രസംഗങ്ങളും അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ തീർക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് മാത്രം പറയുന്ന, ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും വിഷയങ്ങൾ എവിടെ നിന്നാണ് ഇത് തീർക്കാൻ ദൈവം ഇറങ്ങി വന്ന് ഇത് എപ്പോഴും ഇത് തന്നെ വരും, എല്ലാ പ്രസംഗങ്ങളും. അതൊരിക്കലും സഭയാകുന്നില്ല. അത് നമ്മുടെ വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾ ദിവ്യശക്തിയുള്ള ആൾ അല്ലെങ്കിൽ ദൈവത്തോട് എന്നേക്കാൾ അടുപ്പമുള്ള ആൾ എന്ന് അസ്യൂം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഭ എന്ന് പറയുന്ന കർത്താവ് പണിയുന്നതാണ്. അത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലല്ലാതെ പണിയാൻ സാധിക്കില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ അല്ലാതെ ഒരിക്കലും കർത്താവിൻ്റെ സഭ പണിയാൻ പറ്റില്ല. കാരണം അടിസ്ഥാനം അതാണ്. അപ്പൊ ഇന്നത്തെ സഭകൾക്ക് അവര് എപ്പോഴും നോക്കുന്നത് വിടുതൽ കിട്ടിയോ അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനർത്ഥം എന്താണ്? ദേ ഡോണ്ട് ഹാവ് എ ചർച്ച്, ദേ ഹാവ് എ പ്രെയർ അസംബ്ലി. അപ്പോൾ സഭകൾ സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പഠിക്കുകയും ഉപദേശങ്ങളിലൂടെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിന് മാത്രമേ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സഭയിൽ നടക്കേണ്ട എസെൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പാസ്റ്റർ ആമുഖമായിട്ട് പറഞ്ഞത്. ഒരു അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, അതാണ് ആദ്യം പറയുന്നത്, ഒരു സഭ ചെയ്യുന്ന കാര്യങ്ങൾ. സഭ ഫോം ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് വേർപെടുക. 4 കാര്യങ്ങൾ. 40ാമത്തെ വാക്യത്തിലാണ് പറയുന്നത് വേർപാടിനെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 2:40. വേർപാട് എന്ന് പറഞ്ഞാൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. അപ്പൊ പത്രോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ 4 എന്തൊക്കെയാണ്? അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് വേർപെടുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ, 38, 39, 40 വാക്യങ്ങൾ. 42-ാം വാക്യം വായിക്കുമ്പോഴേക്കും ആ സഭയ്ക്കകത്ത് നടക്കുന്ന പ്രാക്ടീസാണ്. അവർ സ്നാനപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവിടെയാണ് തുടങ്ങുന്നത്. ചർച്ച് തുടങ്ങുന്നത് തന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും
പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സഭയിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ ബൈബിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ ഡോക്ട്രിൻസ് ഓഫ് ദ അപ്പോസിൽസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ നിയമം പലതും നമ്മൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമം യഹൂദന്മാർ വായിച്ചതുപോലെ നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാർ പഴയ നിയമം വായിച്ചു പഠിപ്പിച്ചു അല്ലേ. ശാസ്ത്രിമാരുണ്ടായിരുന്നു, അവർക്ക് പരീക്ഷന്മാരുണ്ടായിരുന്നു, ഇവരെല്ലാം വചനം നല്ലപോലെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. എന്തായിരുന്നു ഫലം? യേശുക്രിസ്തുവിനെ അവസാനം അവർ ക്രൂശിച്ചു. കാരണം അവരങ്ങനെയാണ് വചനം പഠിച്ചത്. കാരണം പഴയ നിയമത്തിൽ അവർ വായിച്ചിട്ടൊന്നും ഈ ആത്മീകമായ രാജ്യം സ്ഥാപിക്കാൻ വരുന്ന കർത്താവിനെ കുറിച്ച് കേട്ടതേയില്ല, അറിഞ്ഞതേയില്ല. കാരണം അവരതിൻ്റെ ജഡീകമായ അർത്ഥത്തിലൂടെ ലോകപരമായ പ്രതിഫലങ്ങളിലൂടെ പോയി ലോകത്തിൻ്റെ തലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു അവസാനം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി അവർ മാറി. എന്നാൽ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ പഴയ നിയമത്തിലുള്ള എല്ലാറ്റിനും ഒരു പുതിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. കായിനും ഹാബേലിന്റെ കഥ മുതൽ എന്തിനാണ് ഹാബേലിന്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചത്, കായിന്റെ സ്വീകരിക്കാതിരുന്നത്? എബ്രായ ലേഖനം വായിക്കുന്നത് വരെ അത് വ്യക്തമല്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്താൽ ഹാബേൽ കായിൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. The differentiating factor was faith. That we don't know when we are reading the Old Testament. It is there, but we don't understand. മോശ ക്രിസ്തുവിന്റെ നിന്ന് തെരഞ്ഞെടുത്തു. You read the Old Testament, you don't understand. ബട്ട് എബ്രായ ലേഖനത്തിൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ മോശയെ നോക്കുമ്പോൾ നമുക്കറിയാം മോശ മരണം വരെ ആ നിന്ദയാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. He didn't get anything in this world. നമ്മുടെ പഴയ നിയമത്തിൽ മുഴുവൻ അനുഗ്രഹമാണ്. മോശയ്ക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. ഒരു നല്ല ചർമ്മപ്രസംഗം പോലും മോശയ്ക്ക് കിട്ടിയില്ല. ഹാബേൽ ഏറ്റവും നല്ല യാഗം കഴിച്ചാൽ അന്ന് തന്നെ മരിച്ചുപോയി. അപ്പോസ്തലന്മാരുടെ കണ്ണിലൂടെ എബ്രഹാമിനെ നോക്കിക്കേ. എബ്രഹാം മുതലാളിയാവുകയല്ല ചെയ്തത്. അബ്രഹാം കനാൻ ദേശത്ത് എന്നിട്ട് പറയാണ് ഇതല്ല നമ്മുടെ വാഗ്ദത്ത ദേശം, ഇനിയൊരു വാഗ്ദത്ത ദേശം ശേഷിക്കുന്നു. അത് ദൈവം കൈകൊണ്ട് പണിത, ദൈവം ശില്പിയായി പണിത അടിസ്ഥാനമുള്ളൊരു നഗരം ദൈവം നമുക്കായിട്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിച്ചാൽ മതി എന്ന് എബ്രഹാം തീരുമാനിക്കുന്നു. ഇത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇങ്ങനെ ഒരു ഹിഡൻ, ഒരു മറഞ്ഞിരുന്ന അപ്പോസ്തലന്മാരുടെ വെളിപ്പെട്ട് വന്ന ഒരു മറഞ്ഞിരുന്ന ഒരു വിശ്വാസത്താലുള്ളൊരു വീണ്ടെടുപ്പിന്റെ കഥയാണ് ഈ വേദപുസ്തകം മുഴുവൻ പറയുന്നതെന്നുള്ള കാര്യം. നിങ്ങൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നോക്ക്. അവരെന്തിനു വേണ്ടിയാണ് പ്രവചിച്ചത്? പണം ഉണ്ടാകാൻ വേണ്ടിയാണോ? അവരാരെങ്കിലും മക്കളെ അമേരിക്കയിൽ വിട്ടോ? ഇല്ല. ഒരാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിയില്ല കട്ടിലിൽ. അവർ മരിച്ചുപോയി, പലരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ദേ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ് ഫ്രം ദിസ് വേൾഡ്. അഭിഷേകമുള്ള എല്ലാവരും പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ദേ വെന്റ് ത്രൂ ദ ഡെസേർട്ട്, സഫേർഡ് ദ പെയിൻ, ബോർ ദ ക്രോസ്. ഇത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അപ്പോസ്റ്റലിക് ഡോക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഹോൾ ബൈബിൾ ബിക്കംസ് ക്ലിയർ ടു അസ്. എന്തിനാണ് ഇത്രയും വേദന കർത്താവിന് ഫീൽ ചെയ്യുന്നത്? എന്തിനാണ് ഈ അപ്പോസ്റ്റലന്മാരല്ല പ്രവാചകന്മാർ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? അവർ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാണ്? എന്താണ് ഇതിന്റെ ഡെപ്ത്? അത് മനസ്സിലാകണമെങ്കിൽ വി നീഡ് ടു ഗോ ത്രൂ ഹൗ ദ അപ്പോസ്റ്റൽസ് ആർ എക്സ്പ്ലെയിനിങ് ദ ഹോൾ സ്ക്രിപ്ചർ. പുതിയ നിയമം തന്നെ എടുത്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ പഠിപ്പിക്കലുകളാണ്. ഈ ദൈവരാജ്യത്തിന്റെ പഠിപ്പിക്കലുകൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ അനുസരിക്കുന്ന ഒരൊറ്റ ആൾ പോലും ഈ ദേശത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരാളെ കണ്ടാൽ എന്നെ പോകുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനും നല്ലതായിരിക്കും. ഗിരിപ്രഭാഷണം മുഴുവൻ അനുസരിച്ചിട്ടുള്ള ആരെങ്കിലും? നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക എന്നുള്ള തൊട്ട് നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്നുള്ളത് വരെ അതിലേതെങ്കിലും ഒരെണ്ണം അനുസരിച്ചിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും ദേശത്തുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, ഇത്രയും വലിയ നീതിയാ, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ആണോ? പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ പറ, ആണോ? അല്ല. അപ്പൊ പിന്നെ എന്താ വഴി? നമുക്കതങ്ങ് മാറ്റി വെക്കാം. കാരണം ഏതായാലും പാസ്റ്റർമാരും അനുസരിക്കുന്നില്ല, സെൻട്രൽ പാസ്റ്ററോട്ട് ആരും അനുസരിക്കുന്നില്ല. ഇവിടെ പിന്നെ അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരും അനുസരിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന വിശുദ്ധന്മാരും പ്രസംഗകരും ആരും അനുസരിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ നമ്മളായിട്ട് ഇത് അനുസരിച്ചില്ലേലും അപ്പൊ പിന്നെ നീതിമാനാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? നീതിമാനാണെന്ന് കാണിക്കാൻ നമുക്ക് സ്വത്ത് വിറ്റ് കൊടുക്കാൻ പറ്റില്ല, രണ്ടുടുപ്പുള്ളതൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ല, അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ മീശ വഴിക്കാം, ആഭരണം ഊരി വെള്ളവസ്ത്രം ഫുൾ സ്ലീവ് ഇടാം. പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആരായി മാറാം? നമ്മൾ കർത്താവിൻ്റെ ചോദിക്കും, കർത്താവ് ഇത്രയും മതിയോ? ഞാൻ നീതിമാനായോ? കർത്താവ് അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജനത്തിന് നേരെ തിരിഞ്ഞിട്ട് പറയും, നിങ്ങൾ ആഭരണം ധരിച്ചിരിക്കുന്നു, നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു നീതിമാൻ എന്നൊരു ഫീല് കിട്ടും. നമ്മളാണെങ്കിൽ ആശുപത്രി പോലും പോകാത്ത ആൾക്കാരുണ്ട്.
അപ്പൊ ദൈവം സ്ഥാപിച്ച നീതിയിലേക്ക് നോക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നെ നീതിമാന്മാരെന്ന് തോന്നണം അല്ലേ? അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആർക്കെങ്കിലും തോന്നുമോ? നമുക്കൊരു ഉറപ്പില്ല അല്ലേ? ഉണ്ടോ? അപ്പൊ പിന്നെ എന്താ പരിപാടി? നമ്മുടേതായ നീതി കണ്ടെത്തുക. നീതി കണ്ടെത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്യുക. 10% കൊടുക്കുക, അത് തന്നെ പാടാണ്. എന്നാൽ കർത്താവ് 100% കൊടുത്ത ആളാണ്. 100% ആയിരുന്നു കർത്താവിന്റെ ഗിവിങ്. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഹിസ് ബ്ലഡ്. അങ്ങോട്ട് നോക്കാൻ നമുക്ക് പേടിയുണ്ട്. 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ക്ലിയർ. അപ്പൊ നമ്മളൊരു നീതി കണ്ടുപിടിച്ചു. ഓൾഡ് ടെസ്റ്റാമെന്റിൽ നിന്നുള്ള ടൈത്തിങ് എടുത്തു, ബാക്കിയുള്ള എടുത്തില്ല. ബാക്കിയുള്ള എടുത്ത് നമ്മൾ ബുദ്ധിമുട്ടും. ടൈത്ത് എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു നീതിയുടെ രാജ്യം ഉണ്ടാക്കി നമ്മൾ നീതിമാന്മാരെന്ന് സ്വയം വിചാരിച്ച് ബാക്കിയുള്ളവരെല്ലാം പാപികളാണെന്ന് വിധിച്ചു. ഇത് നമ്മുടെ കുഴപ്പമല്ല. നമ്മുടെ അതേ സ്വഭാവമുള്ള വേറൊരു ഗ്രൂപ്പും കൂടെ ഈ ഭൂഗോളത്തിലുണ്ട്. ആരാന്നറിയോ? യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ. സെയിം മലയാളികൾ. ഒരു വ്യത്യാസമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മലയാളികളുടെ ഇടയിലുള്ളതുപോലെ നിയമങ്ങൾ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ളൂ. ബാക്കി ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ചെന്നാലും ഇങ്ങനെ നിയമങ്ങളില്ല. ഇസ്രായേൽ മക്കളുടെ പ്രശ്നം ഇതായിരുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ഇച്ഛിച്ചുകൊണ്ട്, അത് കൃത്യമായിട്ട് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായൊരു നീതി അന്വേഷിച്ചു. അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തെ വേണ്ട എന്ന് വെച്ചു. ഇപ്പൊ നമ്മുടെ സഭകളിൽ ഒത്തിരിയിടത്ത് നടക്കുന്ന അതാണ്, ദൈവത്തെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഞാനത് പറയുമ്പോൾ ഇത്തിരി ഹാർഷായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ വല്ലപ്പോഴൊക്കെ അവധിക്ക് പോകുമ്പം എബനേസർ കൃഷ്ണ അസംബ്ലി മാത്രമല്ലല്ലോ നിങ്ങൾ കൂടുന്നത്. നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു സാധാരണ ഒരു IPC ചർച്ചിലോട്ടോ അല്ലെ ചർച്ചോക്കോട്ടോ പേര് പറയുന്നില്ല, ഏതെങ്കിലും ഒരു പെന്തക്കോസ് ചർച്ചിലോട്ടോ ചെന്ന് കയറുക. ചെന്ന് കയറി നിങ്ങൾ കസേരയിലിരിക്കുക, നിങ്ങളൊന്നും മിണ്ടരുത്, ജസ്റ്റ് ഒബ്സർവ്. ഓക്കെ, ഞാൻ പറയുന്നത് പോലെയാണോ നടക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. 2 പാട്ട്. ഓക്കെ, 2 പാട്ട് എന്ന് പറയുന്നത് നല്ല പവർ തരുന്ന പാട്ട് വേണം. കാരണം നമ്മൾ കൈയടിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ ആ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്നാലും നമുക്ക് ശരിക്കായ ഉന്മാദത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. 2 പാട്ട്. അത് കഴിയുമ്പം സങ്കീർത്തനം അല്ല, 2 പ്രാർത്ഥന. 2 പേര് പ്രാർത്ഥിക്കണ്ടേ? ഓക്കെ, പ്രാർത്ഥിക്കുന്നത് എന്താ? നിങ്ങൾ വരുന്ന വഴിയിലെല്ലാം കർത്താവ് കാത്തതിനായി സ്തോത്രം, കഴിഞ്ഞ ആഴ്ച കൊണ്ട് നടത്തിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നടത്തു തന്നെയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പോലും പിടിച്ചെങ്ങും പോകുന്നില്ല, നടപ്പോട് നടപ്പാണ്. കഴിഞ്ഞ വർഷം മുഴുവൻ നടത്തിയ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഇത്രയും നാളും എന്നെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞു അടുത്തത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം വായിച്ച് ദാവീദ് വീണതും എഴുന്നേറ്റതും മട്ടുപ്പാവിലൂടെ നടന്നതും യുദ്ധം ചെയ്യാൻ പോയതും നാഥാൻ അവൻ നീ തന്നെ എന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞിട്ട് 5 കല്ലെടുത്തുകൊണ്ട് ഗോലിയാത്തിനെ കൊല്ലാൻ പോയിട്ട് ഇതുവരെ ഗോലിയാത്ത് കത്തിയിട്ടില്ല. കാരണം ഈ 5 കല്ല് തീരുന്നില്ലല്ലോ. അതെപ്പോഴും പിന്നെയും പാസ്റ്റർമാർ എടുത്തുകൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞു. അത് കഴിയുമ്പം മധ്യസ്ഥ പ്രാർത്ഥന നമുക്കറിയാലോ. സെയിം ഇതുപോലെ തന്നെ എല്ലാവരെയും കാക്കണമേ, നടത്തണമേ. ഞങ്ങളുടെ പിള്ളേര് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്, അവരുടെ പ്ലെയിൻ നേരെ ലാൻഡ് ചെയ്യാൻ സഹായിക്കണേ, അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണേ. ഇതെല്ലാം അനുദിന ഉപജീവന കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗകനെ നിങ്ങൾ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ പ്രസംഗകൻ നമുക്കറിയാം, ഈ പ്രസംഗം പറയുന്നത് സാധാരണ എനിക്ക് പ്രസംഗം കേൾക്കുന്നത് തന്നെ ഇപ്പം ഏതാണ്ട് ഒരു അസ്വസ്ഥത പോലെ എനിക്കായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പ്രസംഗമൊക്കെ നമ്മൾ പ്രൊഫഷണൽ, എല്ലാം പ്രൊഫഷണൽസ്. ഇന്ന് ചർച്ചകൾ നടത്തുന്ന മൊത്തം പ്രൊഫഷണൽസാണ്. നമുക്കൊന്നും പാടാനൊന്നും പറ്റില്ല. ഈ പാട്ടൊക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടൊക്കെ എല്ലാവരുടെ ഡ്രം അടിച്ച് എല്ലാവരുടെ കൈകൊട്ടി എല്ലാവർക്കും കൂടെ പാടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ശബ്ദമൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. നമ്മളൊക്കെ പാടിയാൽ നമ്മുടെ ശബ്ദം നമുക്ക് തന്നെ കേൾക്കരുതെന്നുള്ള രീതിയിലാണ് ഈ സാധനം കൊണ്ട് വെച്ചേക്കുന്നത്, സ്പീക്കർ. നമ്മൾ പാടുമ്പോൾ നമുക്ക് തന്നെ കേൾക്കാൻ മേല നമ്മൾ എന്താ പാടുന്നതെന്ന്. സൗണ്ട് ഇങ്ങനെ എടുക്കുന്നല്ലാതെ ഒന്നും കേൾക്കാൻ വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മുഴുവൻ പ്രൊഫഷണൽസാണ്. അപ്പൊ പ്രസംഗിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യുക? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രസംഗത്തിന്റെ ഗുലുമാൽ എന്താണെന്ന് മനസ്സിലായി. ഞാനൊരു ദിവസം ചെന്നൈയിലെ ഒരു ചർച്ച ചെന്നപ്പോൾ അവിടുത്തെ ബ്രദറിനോട് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിന് ആരാ വന്നത്? അപ്പോൾ അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു പാസ്റ്റർ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്താ പ്രസംഗിച്ച മെയിൻ തീം എന്തായിരുന്നു? അപ്പം അദ്ദേഹം കുറേ നേരം ആലോചിച്ചിട്ട് എനിക്ക് അത്രയും ഓർമ്മ കിട്ടുന്നില്ല പാസ്റ്റർ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ല? എൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തില്ലെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു റെക്കോർഡ് ചെയ്യണ്ടെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അദ്ദേഹം അടുത്ത ആഴ്ച ഗൾഫിൽ പോവാണ്, കുവൈറ്റിൽ പോവാണ്. അപ്പോൾ ഇതേ പ്രസംഗം തന്നെയാണ് അവിടെ പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഓൾറെഡി യൂട്യൂബിലൂടെ വെളിയിൽ പോയാൽ
പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുതിയതൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് വെളി വിടല്ലേ, റെക്കോർഡ് ചെയ്യല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. നമ്മുടെ റൂളാണ് ഒരിടത്ത് പറഞ്ഞത് വേറെടുത്ത് പറയരുത്. എപ്പോഴെപ്പോഴും പുതിയ പ്രകടനം, ഇതെല്ലാം ഒരു പെർഫോമൻസ് പോലെയാണ്. നിങ്ങൾ ആലോചിച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ സാർ A+B² എന്ന് പറഞ്ഞിട്ട് A² + 2AB + B² A ഡിവിഷനിൽ പഠിപ്പിച്ചിട്ട് അത് B ഡിവിഷനിൽ പറയാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒരിടത്ത് ഒരിക്കലേ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞാൽ ഹീസ് എ പെർഫോമർ, ഹീസ് നോട്ട് എ ടീച്ചർ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിരിക്കുന്ന ആളത് പഠിക്കുന്ന വരെ ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഉടനെ A+B² എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അറിയാം അത് A² + 2AB + B² ആണെന്ന് അറിയാം. അത് എന്തുകൊണ്ട് അറിയാന്ന് വെച്ചാൽ സാർമാരുടെ എഫേർട്ടാണത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ 100,000 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് ഒരു കാര്യമില്ല. യു ഫോർഗെറ്റ് ദാറ്റ് ബിഫോർ യു ലീവ് ദ കോൺഗ്രിഗേഷൻ. അറ്റ്ലീസ്റ്റ് ഇൻ എ വീക്ക് യു ഫോർഗെറ്റ് ഇറ്റ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫണ്ടമെന്റൽസ് ഉണ്ട്. അത് കേട്ട് കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അത് എഴുതപ്പെടുകയും നമുക്കതിൽ നിന്നുള്ള ധൈര്യവും പ്രത്യാശയും വിശുദ്ധിയും തേജസ്സും പ്രാപിക്കുവോളം. ഇത് പത്രോസിന്റെ ലേഖനം, 2 പത്രോസിന്റെ ലേഖനത്തില് അപ്പോസ്തലന്മാർ എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 12-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞതും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമെന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. കാരണം ഈ ഫണ്ടമെന്റൽ ട്രൂത്ത്സ് ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ നിങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതെൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴോട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:1 പറയുന്നു, കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്ന ദുരുപദേഷ്ടാക്കന്മാർ ഞങ്ങളുടെ കാലത്തിന് ശേഷം വരും. ഇത് പൗലോസും പറയുന്നുണ്ട്. ഞങ്ങളുടെ കാലത്തിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്ത് വരും. കാരണം ഈ ദൈവത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിൽ മാത്രം ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. യു കനോട്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ബൈ ഹാർട്ട് ആൻഡ് ഗോ. അപ്പോൾ അത് ഓർപ്പിച്ചുണർത്തപ്പെടുക എന്ന് പറയുന്നത്, അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടുക, സ്ഥാപിക്കപ്പെടുക, ഒരു സഭയിൽ അടിസ്ഥാനമായി അത് കൊണ്ടുവരപ്പെടുക എന്നുള്ളത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഈ അപ്പോസ്തലിക ഉപദേശം സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ 3-4 ദിവസം കൊണ്ട് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനത് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രീച്ചിങ് സംതിങ് ന്യൂ എവറി ടൈം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കർത്താവ് അവതരിപ്പിക്കുന്ന ഒരു നീതി, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ റൈച്ചസ്നെസ്, അത് ശിഷ്യന്മാരെ കുറച്ച് കഴിയുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അത് ആ ധനവാനായ മനുഷ്യൻ വന്നിട്ട് പോകുമ്പോഴാണ്. ഈ ധനവാനായ മനുഷ്യൻ വന്നിട്ട് പോയി കഴിയുമ്പോൾ, നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ അല്ലേ, ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. യു നോ, ഒരു റിച്ച് യങ് റൂളർ കമ്മിങ് ടു ഫോളോ ദ ലോർഡ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നീ ഇതെല്ലാം വിറ്റ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ അവൻ വളരെ ദുഃഖിച്ച് പോയി. അടുത്ത വാക്യം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒട്ടകം വരട്ടെ, വന്നോ? വേണ്ട, കങ്കാരു ആയിക്കോട്ടെ. സൂചിക്കുഴ എല്ലാവർക്കും അറിയാലോ. ഈ സൂചിക്കുഴയിൽ ഒരു ഒട്ടകം കടന്നു പോകുന്ന ആലോചിച്ച് നോക്കി, ഇമ്പോസിബിൾ ആണ് അല്ലേ? ഒട്ടകത്തിന്റെ രോമം പോലും സൂചിക്കുഴയിലൂടെ കടക്കില്ല. കങ്കാരു കടക്കോ? ഇല്ല. അപ്പോ കർത്താവ് ഈ ധനവാനായി ഇങ്ങനെ ഈ മനുഷ്യനോട് ഇത് പറഞ്ഞത് ശിഷ്യന്മാർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. കാരണം ഒരു സഭ മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ ആര് വേണം? ഒട്ടകങ്ങൾ വേണം. എത്ര ഒട്ടകങ്ങൾ കൂടുതലുണ്ടോ അത്രയും സഭ സ്ട്രോങ് ആവും. ശരിയല്ലേ?
ആണോ? നമുക്ക് എല്ലാറ്റിനും പൈസ വേണ്ടേ? എന്തോ ഈ പറയുന്നേ? ഇപ്പൊ പൈസ ഉള്ളവരെല്ലാം കർത്താവ് ഇങ്ങനെ എല്ലാ സ്വത്തും നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് നിങ്ങളിങ്ങ് പോരെ, എനിക്ക് നിങ്ങളെ മതി, നിങ്ങളുടെ സ്വത്ത് വേണ്ടാന്ന് കർത്താവ് പറഞ്ഞാൽ എങ്ങനെ ഇത് മുമ്പോട്ട് കൈസ ചലേക? അതാണ് ശിഷ്യന്മാരുടെ ചിന്ത. അതാണോ ശിഷ്യന്മാരുടെ ചിന്ത? നമ്മളാണ് എങ്ങനെ ചിന്തിച്ചേനെ? കാരണം പാസ്റ്റർമാര് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വൻമരങ്ങളെ വീഴ്ത്തുക എന്നുള്ള അവരുടെ ശുശ്രൂഷ എന്ന്. ഈ വൻമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചെറിയ മീനുകളെ പിടിക്കുന്നവരല്ല അവര്. ചെറിയ മീനുകളെ പിടിക്കുന്ന പാവപ്പെട്ട ഉപദേശിമാർ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട്. അവരേതെങ്കിലും വില്ലേജിൽ ചെറിയ മീനുകൾ തരുന്ന കുഞ്ഞു കുഞ്ഞ് മീനെന്താ തരുന്നേ? എന്തെങ്കിലും ആട്ടെ, അതുകൊണ്ടങ്ങ് ജീവിച്ചു പോന്നു. പക്ഷെ അവരൊക്കെ അതല്ല സ്വപ്നം. സ്വപ്നം എന്ന് പറഞ്ഞാൽ വൻമരങ്ങളെ വെട്ടി വീഴ്ത്തുന്ന വൻ സ്രാവുകളെ പിടിക്കുന്ന ആളായി മാറണം എന്നാണ് ഓരോ പാസ്റ്ററുടെയും ആഗ്രഹം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഈ സൂചിക്കുഴയിലൂടെ കടത്തി വിടാൻ നോക്കി ഇതൊന്നും കയറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സൂചിക്കുഴ വലുതാക്കി ഒരാന കടന്നു പോകുന്ന പോലത്തെ ഒരു സൂചിക്കുഴ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിലെ കൊതുകുകളൊന്നും പോയാൽ ആരും അറിയത്തില്ല. അവരേതെങ്കിലും സൈഡിൽ വന്നിരുന്നിട്ട് പൊക്കോളും. ആനയും തിമിംഗലമൊക്കെ വന്നാലേ അറിയുള്ളൂ. മനസ്സിലായി? ഇതാണ് ഈ സഭകളുടെ പൊതുവായ സിസ്റ്റം. അപ്പൊ ഈ വാതില് വലുതാക്കുക, അത് ഈ ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സൂചിക്കുഴ എന്ന് പറഞ്ഞ യഥാർത്ഥ സൂചിക്കുഴ അല്ലെന്നും അത് യെരുശലേമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു എന്താ പറയുന്നത്, ടവർ അല്ല, വാതിലാണെന്നും അവിടെ ഒട്ടകങ്ങൾ കുനിഞ്ഞു പോകണം. അപ്പൊ ധനവാന്മാരെല്ലാം ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അൺലോഡ് ചെയ്തൊന്ന് കുനിഞ്ഞാൽ മതി. അപ്പൊ കുനിയാന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 10% പാസ്റ്റിന് കൊടുത്താൽ മതി എന്നായിരിക്കാം അകത്ത് കയറാൻ. അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മുടെ വ്യാഖ്യാതാക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ശിഷ്യന്മാർക്ക് ഇതിങ്ങനെ ഒന്നുമല്ല മനസ്സിലായത്. ശിഷ്യന്മാരെ ധനവാൻ പോയപ്പോഴേ വിട്ടു. കാരണം അവർ ഓൾറെഡി എല്ലാം വിട്ടിട്ട് പോകുന്നവരാ. അപ്പൊ അവർ നോക്കിയപ്പോൾ കാശും കൊണ്ട് വരണമെന്ന് അവർക്കും വലിയ പദ്ധതി ഉണ്ടായിരിക്കത്തില്ല. ശിഷ്യന്മാര് അപ്പം തന്നെ അത് മറന്നെങ്കിലും ആ കാര്യം വിട്ടു. ശിഷ്യന്മാരുടെ കൺസേൺ വേറൊന്നായിരുന്നു. നമ്മൾ ഒട്ടകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ശിഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടിരുന്ന സൂചിക്കുഴയെ കുറിച്ചാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നത് എന്നാന്നറിയാം? ഇങ്ങനെയൊക്കെ നീ പറഞ്ഞാൽ രക്ഷപ്പെടാൻ ആരെയെ കൊണ്ട് പറ്റും? ഒട്ടകം കിടക്കൂല്ലോ, നമുക്ക് എല്ലാം അറിയാം. പക്ഷെ ഒട്ടകം മാത്രമല്ലല്ലോ പ്രശ്നം, കങ്കാരുവും പ്രശ്നമാണല്ലോ. ഒട്ടകം എന്ന് പറയുന്നത് അംബാനിയോ അദാനിയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ, അല്ലേ? ഇതും ഈ സൂചിക്കുഴയിലൂടെ കിടക്കൂലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, പുഴുവിനെ പോലെ സമർപ്പിക്കുന്നു, പുഴു പോലും അതിലെ കിടക്കില്ല. നിങ്ങൾ ആലോചിക്കുകയും അപ്പൊ ഒരാളും കിടക്കില്ലെന്നാ പറയുന്നത്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സൂചിക്കുഴയുമായിട്ട് വന്നാൽ രക്ഷപ്പെടാൻ ആർക്ക് പറ്റും? അപ്പൊ കർത്താവ് പറയാം, അത് മനുഷ്യനാൽ അസാധ്യമാണ്. ധനവാനാൽ അസാധ്യമാണെന്നാണോ പറഞ്ഞത്? അല്ല, നോ മാൻ. അവൻ കുഞ്ഞായിട്ടൊരു കൊതുക് പോലെ ആയാലും. ഹാവ് എവർ സീൻ എ മോസ്കിറ്റോ എൻട്രിങ് ത്രൂ ദ ഐ ഓഫ് ദ നീഡിൽ? നോട്ട് പോസിബിൾ. ചെറുതായി എളിമയായി എല്ലാം കൊടുത്ത്, കിഡ്നിയും കൊടുത്ത്, തലമുടി എല്ലാം ക്യാൻസർ രോഗികൾക്ക് കൊടുത്ത്, മുട്ടയടിച്ച്, പിന്നെന്താ കൊടുക്കാനുള്ളത്? ഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് ചാക്കു ചുമന്നുകൊണ്ട് നടന്നാലും ദൈവരാജ്യത്തിൽ കയറത്തില്ല. The rules are different. It is impossible for man. ഇന്നും പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ നല്ലവരായി ഒരു ദിവസം സ്വർഗത്തിൽ പോകുന്നതാണ്. കർത്താവ് പറയാം, മനുഷ്യരാൽ അത് അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. അപ്പൊ സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ, ഈ സൂചിക്കുഴയിലൂടെ കടത്താൻ മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഇമ്പോസിബിലിറ്റി ഓഫ് എ മാൻ സേവിങ് ഹിംസെൽഫ്. അവൻ എത്ര കഠിനാധ്വാനം ചെയ്താലും അവന്റെ നീതി ദൈവത്തിന് മുൻപിൽ ഒന്നുമാകുന്നില്ല എന്നുള്ളതാണ്. ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ, 3 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേക്കും നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ തളരും. കാരണം ഒന്നാമത് ഇതിനകത്തെ ഉപദേശങ്ങൾ നമുക്ക് പറ്റുന്നില്ല. രണ്ടാമത് യേശു ക്രിസ്തുവിനെ ഒരു ക്രൂശിച്ചു, അതിൻ്റെ വേദന, പിന്നെ പുനരുത്ഥാനം ചെയ്ത് മാത്രമാണ് ഒരു ആശ്വാസം. അങ്ങനെ വളരെ വേദനയോടെ നമ്മളത് നിർത്തി 4-ാമത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പം, അവിടെ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞായിരുന്നു. AD 90 ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. അപ്പൊ ഇതെല്ലാം ആയി, സഭകളെല്ലാം ആയി. അപ്പോൾ യോഹന്നാനാണ് ശരിക്കും ഈ കർത്താവ് പറഞ്ഞതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നത്, കർത്താവിൻ്റെ വാക്കുകളിലൂടെ തന്നെ.
എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്? സൂചിക്കുഴലിലൂടെ എങ്ങനെ കടക്കാൻ പറ്റും? Can any man enter through the eye of the needle? That's what he tells Nicodemus. നിങ്ങൾ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ നിക്കോദമോസ് നാച്ചുറലി ചോദിച്ചു, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? നമുക്ക് പല ആൾക്കാർക്കും വീണ്ടും ജനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വീണ്ടും ജനിക്കണം എന്ന് ആഗ്രഹം ഇല്ലാത്തവർക്കും വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അല്ലേ? ഒന്നും കൂടെ നഴ്സറി ക്ലാസ്സിൽ പോകുന്ന ഒരു ഏജിലേക്ക് നിങ്ങൾ മാറുമായിരുന്നെങ്കിൽ നല്ലതല്ല. ടൈം മെഷീനിൽ കയറി ഒന്നും കൂടെ നിങ്ങളൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയായാൽ സന്തോഷമല്ലേ? ആണോ? എന്നിട്ട് ഒന്നുകൂടെ നഴ്സറി പോവുക, ഒന്നുകൂടെ സ്കൂളിൽ പഠിക്കുക, ഒന്നും കൂടെ 10th ക്ലാസ് എക്സാം എഴുതുക, കുറച്ചും കൂടെ നല്ലപോലെ പഠിക്കുക, കുറച്ചും കൂടെ നല്ലൊരു ജോലി സമ്പാദിക്കുക, ഇല്ലേ? വിൽ ദാറ്റ് ബി എ ബെറ്റർ വേ? അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിക്കുക. ഇഫ് ഐ കുഡ് ഗെറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ടു ഗോ അറ്റ് മൈ ഓൺ ലൈഫ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡത്താൽ ജനിച്ചെല്ലാം ജഡമായതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം ജനിച്ചാലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഇതുപോലെ തന്നെ പഠിക്കുള്ളൂ. അതേ ആളെ കാണുമ്പോൾ കല്യാണം കഴിക്കണം തോന്നും, കല്യാണം കഴിക്കും. കാരണം നമ്മുടെ സ്വഭാവം നമ്മൾ തന്നെ വീണ്ടും വീണ്ടും ജനിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. ഇതേ മടിയൻ തന്നെ പിന്നെ ജനിക്കുന്നത്. രാവിലെ പുസ്തകം എടുത്ത് വെക്കുമ്പം 7 മണിക്ക് പഠിക്കാം എന്ന് പറയുന്ന അതേ മടിയൻ തന്നെയാണ് രണ്ടാമത് ജനിച്ചേക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എത്ര പ്രാവശ്യം മനുഷ്യൻ ജനിച്ചാലും കാര്യമില്ല, കാരണം ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. എന്റെ കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചാൽ നിങ്ങൾ ജഡമല്ല, കാറ്റുപോലെയാണ്. കാറ്റുപോലെ ആയാൽ നമുക്ക് എതിലേ കിടക്കാം? സൂചിക്കുഴക്കൂടെ എതിലേ വേണേലും കിടക്കാം. അപ്പൊ ശരിക്കും അകത്തുനിന്ന് ഒരു ആത്മിക ജനനം പ്രാപിക്കാതെ, വീണ്ടും ജനനം പ്രാപിക്കാതെ, ആ പഴയ കല്ലുപോലുള്ള ആ ഹൃദയത്തെ ദൈവം മാറ്റി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൃദയം ദൈവം നമുക്ക് തരുന്നത് നമുക്ക് ലഭിക്കാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. ദ വർക്ക് ബിഗിൻസ് ഫ്രം ഗോഡ്. ഇതാണ് ഈ നിക്കോദമോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിക്കോദമോസ് ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ആചാരനായിരുന്നിട്ട് നീ ഇത് അറിയുന്നില്ലയോ? ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് ഞാനൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ചോ. 10th പാസ്സായ പിള്ളേർ ഒന്ന് കൈപോക്കോ. അടുത്ത കാലത്ത് ഒരു 5 വർഷത്തിനുള്ളിൽ 10th പാസ്സായ പിള്ളേരുണ്ടോ? പ്രീ ഡിഗ്രി ഓക്കെ. A+B² എന്തോ? അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാം, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും നിങ്ങൾ ഇത് അറിയുന്നില്ലയോ എന്ന്. ഓക്കെ, A+B² എന്തോ? A³ + 3A² + 3AB² + B³ അല്ലേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അത് കണ്ടുപിടിച്ച നമ്മുടെ ആളാ, ബ്ലെയ്സ് പാസ്കൽ. പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. ബ്ലെയ്സ് പാസ്കൽ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഏത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു വെഡ്ജ് കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് യേശുക്രിസ്തു വന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കവർ ആവുകയുള്ളൂ. ബാക്കി എന്തിട്ട് നിങ്ങൾ അത് നിറച്ചാലും നിങ്ങളുടെ ജീവിതം പൂർണ്ണമാവില്ലെന്ന് പറഞ്ഞ ആളാണ് ഈ ബ്ലെയ്സ് പാസ്കൽ. ഓക്കെ, എനിവേ, അപ്പൊ എനിക്ക് ചോദിക്കാം, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ച പോലെയാണ് കർത്താവ് നിക്കോദമോസിനോട് ചോദിക്കുന്നത്, നീ ഇസ്രായേലിനെ എല്ലാം പഠിപ്പിക്കുന്ന ആളായിട്ട് വീണ്ടും ജന്മം എന്താ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ വീണ്ടും ജന്മം എന്ന് പറയുന്നത് അവരുടെ സിലബസിലുള്ള കാര്യമാണെന്നാണ്. അത് യഹൂദന്മാർ അതായിരുന്നു പഠിപ്പിക്കേണ്ടത്, പക്ഷെ അത് പഠിപ്പിച്ചില്ല. അത് എസെക്കിയേലിന്റെ പ്രവചനം 36:25 പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റി പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പകരും. വെള്ളത്താൽ നമ്മളെ നിർമ്മലരാക്കി, ക്ലീനാക്കി, പിന്നെ പുതിയൊരു ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നാണ് നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നത്. സംതിങ് ദാറ്റ് ദ ലോർഡ് ഈസ് ഡൂയിങ് ഇൻ അവർ ലൈഫ്. അപ്പൊ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇതുപോലൊരു പാപിയായ ഒരു മനുഷ്യനാണല്ലോ ഞാൻ എന്ന് ചിന്തിക്കുന്നത്. സോ എവ്രിതിങ് സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ് ഓപ്പണിങ് അവർ ഹാർട്ട്സ്. ഓക്കെ, ദൈവം നമുക്ക് തരുന്ന റീജനറേഷൻ, പുതുജനനം, നമ്മൾ ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ കാണാനും തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും ദൈവം നമ്മുടെ ഹൃദയത്തിൽ പണിയുന്ന ആ പണിയാണ് നമ്മുടെ വീണ്ടും ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനിക്കുന്ന നമ്മളല്ല, ദൈവം നമ്മളെ ജനിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ജനിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നോ നിങ്ങൾ ജനിക്കുമെന്ന്? ജനിച്ച ശേഷം അറിയത്തില്ലായിരുന്നു. ജനിച്ച ശേഷം ചുമ്മാ കിടന്ന് കരയുമായിരുന്നു. 1ാമത്തെ ബർത്ത്ഡേയിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല, ഇത് എന്താ അവർ പറയുന്നത് ഒന്നും പിടികിട്ടി കാണില്ല.
2-3 വർഷം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ജനിച്ചു. ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നു. അത്രയും പങ്കേ നമുക്ക് നമ്മുടെ ജനനത്തിലുള്ളെന്ന് പറയുന്ന പോലെ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് നമ്മൾ വചനം കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ്. അപ്പോൾ നമ്മളെ ദൈവം അവൻ്റെ മക്കളാക്കി മാറ്റുകയാണ്. അത് ആ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹം. എന്നോടുള്ളവൻ്റെ സ്നേഹത്തിൽ അവൻ എന്നെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. പുതിയൊരു ജനനം എനിക്ക്, മക്കളെന്ന അവകാശത്തോടു കൂടിയുള്ള അധികാരമുള്ള ഒരു ജീവൻ എനിക്ക് തന്നിരിക്കുന്നു. ഈ ജീവനെ ഓർത്തിട്ടാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവേ, നിനക്ക് എന്നോട് കരുണ തോന്നുവാൻ മാത്രം ഞാൻ എന്തുണ്ട്. ഇനി യോഹന്നാന്റെ 15 വരുമ്പോൾ കർത്താവ് ഒരു എക്സ്പ്ലനേഷനോടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മളിൽ പൂർത്തിയാകണമെങ്കിൽ, നമ്മൾ അനുസരിക്കുന്നവരായി മാറണമെങ്കിൽ, നമ്മൾ ക്ലീൻ ഷേവ് ചെയ്ത് ഷർട്ടിട്ടാ പോരാ. അതൊന്നും പോരാ. അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കുകയും ചെയ്താൽ മാത്രം നടക്കുന്ന കാര്യമാണ് ദൈവത്തോടുള്ള അനുസരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കുന്നത്? ആദ്യം എന്താ വേണ്ടത്? ക്രിസ്തുവിലാവുക, ക്രിസ്തു എന്നിൽ വരിക എന്നുള്ളതാണ്. അതായത് അതില്ലാതെ, ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഫസ്റ്റ് വി ബിക്കം ചിൽഡ്രൻ ആൻഡ് ദെൻ ദ ലോർഡ് ഡിസിപ്ലിൻസ് us into obedience. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളെല്ലാവരും പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് വി വെർ ബോൺ ആസ് സിന്നേഴ്സ്, അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ? പാപികളായി ജനിച്ചതുകൊണ്ടാ. അല്ലാതെ പാപം ചെയ്ത് പാപികളായതാണോ? അല്ല. പാപിയായിട്ട് ജനിച്ചു, പാപം ചെയ്തു. അതുപോലെ തന്നെ നീതി ചെയ്ത് ആർക്കും നീതിമാനാകാൻ പറ്റത്തില്ല. നീതിമാനാക്കി മാറ്റിയാൽ മാത്രമേ അവന് നീതി ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? ഇതാണ് മനുഷ്യരുടെ തിങ്കിങ്ങും ദൈവത്തിന്റെ തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യരെപ്പോഴും ചിന്തിക്കുന്ന നീതി പ്രവർത്തിച്ച് ഒരാൾക്ക് നീതിമാനാകാമെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നീതീകരിക്കാതെ ആരും നീതിമാനാവുകയില്ല. പാപികളായി ജനിച്ചവർ പാപം മാത്രം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നീതിമാനായ ഒരാൾ രണ്ടാമത് ജനിക്കുമ്പോൾ മാത്രമേ അവന് നീതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുവരെയും അവന് നീതി ചെയ്യാനുള്ള കഴിവ് ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്ത കൊമ്പെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത് ഞാൻ ഒരു ഇൻട്രഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇന്ന് പല വിശ്വാസികൾക്കും പ്രത്യാശയില്ലാത്തൊരു ജീവിതത്തിന്റെ കാരണം ആപേക്ഷികമായ നീതിയെക്കുറിച്ചുള്ള ബോധമാണ്. അതായത് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളെക്കാളും ഇപ്പുറത്തിരിക്കുന്ന ആളെക്കാളും ഞാൻ നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, ശരിയല്ലേ? നിങ്ങൾ അടുത്ത ആളെ നോക്കിയോ? അപ്പുറത്തിരിക്കുന്ന ആളെക്കാൾ ഇപ്പുറത്തിരിക്കുന്ന ആളെക്കാളും നന്നാവും നിങ്ങൾക്ക് പറ്റും. വിചാരിച്ചാൽ പറ്റും, അല്ലേ? വിചാരിച്ചാൽ പറ്റൂലേ? പക്ഷെ സ്വർഗത്തിൽ പോകാൻ അത് മതിയോ? അതറിയത്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുമാത്രം സ്നേഹിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് അറിയത്തില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, എൻ്റെ കൊച്ചു എക്സാമിനേഷന് തോറ്റെന്ന് വിചാരിച്ചോ. അപ്പം എനിക്ക് നാച്ചുറലി ഭയങ്കര സങ്കടം. അപ്പം ഞാൻ വീട്ടിൽ അവനോട് ചൂടായിക്കൊണ്ടിരിക്കുക, നീ എന്തിനാടാ പഠിക്കാൻ വേണ്ടി, നിന്നെയൊക്കെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നറിയോ, അല്ലേ? സ്റ്റാൻഡേർഡ് സ്കോൾഡിങ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മഹാകുഴപ്പനായിരുന്നു, അതിപ്പോൾ പറയരുത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടായിരുന്നു. എന്നോടൊന്നും പറയാൻ ആരും ഇല്ലായിരുന്നു. അയ്യോ അപ്പ വല്യപ്പനെങ്ങാനും കേട്ടാ വഴിയെടുത്തോണ്ട് അന്നേരം പുറകെ വരും. നീയൊക്കെ ഇത്ര അവസരം ഉണ്ടായിട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? അങ്ങനെ ചൂടായി കത്തി നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവന്റെ കൂടെ പഠിക്കുന്ന അയൽവക്കത്തുള്ള കൊച്ചും തോറ്റുന്നു. അപ്പൊ സങ്കടം കൂടുവോ ഒരിത്തിരി ആശ്വാസമാവോ? അപ്പൊ ശരിക്കും എന്നെ പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാണെങ്കിൽ എനിക്ക് എന്ത് വരേണ്ടതായിരുന്നു? ഈ സങ്കടത്തിന്റെ കൂടെ ആ സങ്കടം കൂടെ കൂടി വലിയൊരു സങ്കടം ആവേണ്ടതായിരുന്നു. അയ്യോ അവനും തോറ്റോ എന്ന് തോന്നണ്ടായിരുന്നു, അല്ലേ? പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, അവൻ തോറ്റുന്നു. ഇനി എല്ലാരും തോറ്റാൽ അത്ര ആശ്വാസമോ? കാരണം എന്താ? എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ഈ സാധനം ഇല്ല. ഐ എം ഡെഡ് ഇൻ മൈ സിൻ. എനിക്ക് കർത്താവിന്റെ ഒരു കൽപ്പന അനുസരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല,
എനിക്ക് ആഗ്രഹമുണ്ട്, ഇത്തിരി സ്നേഹം ഉള്ളിലേക്ക് വരട്ടെ, ഇത്തിരി വിഷമം ഉള്ളിലേക്ക് വരട്ടെ. പക്ഷെ വരത്തില്ല ഇത്. അത് സ്വന്തം കുട്ടിക്ക് സുഖമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന അയൽവക്കത്തെ കുട്ടിക്ക് സുഖമില്ലാതെ വരുമ്പോൾ വരില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞേക്കുന്നറിയോ, നമ്മുടെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൽപ്പനകളാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് മുഴുവൻ. നിങ്ങൾക്ക് ഡോളർ കാണുമ്പോൾ എന്താ തോന്നുന്നേ? പോക്കറ്റിലോട്ട് വരട്ടെ എന്നല്ലേ തോന്നുന്നേ? പക്ഷെ കർത്താവ് പറഞ്ഞേക്കുന്നത് എടുത്ത് ദൂരോട്ട് കളയാനാ. നമ്മുടെ പ്രകൃതം എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാ. ഒരുത്തൻ തല്ലാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതം എന്താ പറയുന്നത്? കൊടുക്കടാ, തിരിച്ച് പൊട്ടിക്കുന്നല്ലേ, അല്ലേ? പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? നിന്ന് കൊള്ളാനാ. നമുക്ക് പ്രകൃതത്തിന് പറ്റില്ല. കാരണം ബയോളജിക്കലി വി ആർ ഡിസൈൻഡ് ടു ഡിഫെൻഡ് അവർ സെൽസ്, അല്ലേ? ഒരാൾ നമ്മളെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ തിരിച്ചു പൊട്ടിക്കണം, അല്ലേ? നമുക്ക് ദീർഘായുസ് ഉണ്ടായല്ലേ മക്കളെയും കാണാൻ, അവരുടെ പ്രോസ്പെരിറ്റി കാണാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ തട്ടിപ്പോയ ഈ വാഗ്ദത്തങ്ങൾ ഇവിടെ കിടക്കുമല്ലേ? അമേരിക്ക പോകാനുള്ള വാഗ്ദത്തം തൊട്ട് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. കാരണം വിസയ്ക്ക് വേണ്ടി ഇവിടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് വരുമ്പോൾ നിങ്ങൾ വേണ്ടേ? നിങ്ങൾ അടികൊണ്ട് ആശുപത്രിയിലായാലും എന്ത് ചെയ്യും? ശരിയല്ലേ? നമ്മുടെ പ്രകൃതം നമ്മോട് പറയുന്ന രക്ഷപ്പെട്, നിന്റെ രക്ഷ ഓസ്ട്രേലിയയിൽ കിടക്കുന്നു, അമേരിക്കയിൽ കിടക്കുന്നു. ഇത് നമ്മുടെ പ്രകൃതം പറയുന്നത്. കർത്താവ് പറയുന്ന നേരെ തിരിച്ചാ. എല്ലാം പ്രകൃതത്തിനെതിരാ. ഈ പഴയ പ്രകൃതത്തിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ ഒരൊറ്റ കൽപ്പന പോലും നമ്മുടെ ജഡത്തിന് ഫിറ്റല്ല. നമ്മളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടേ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറുക്കനും പെണ്ണും ഭയങ്കര സ്നേഹമായിരിക്കും. നിങ്ങളത് കാണാൻ ഇഷ്ടം പോലെ കാണാം. കല്യാണം കഴിഞ്ഞത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നു, ഏതെങ്കിലും നല്ല സ്ഥലത്ത് കഴിഞ്ഞാൽ ഉടനെ ക്യാമറ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോപ്പമിൻ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നു, വർത്താനം പറഞ്ഞിട്ടും തീരുന്നില്ല. ഒരു 8-10 മാസം, 1 വർഷമായി, 2 വർഷമായപ്പം ഒന്നും പറയാനും ഇല്ല, ഒന്നുമില്ല. കാരണം ഈ ഡോപ്പമിൻ തീർന്നു, 0. അങ്ങനെ അന്നേരം പതുക്കെ ഇഷ്ടക്കേടുകൾ തുടങ്ങും. അന്നേരം ചിരി കാണുന്ന ദേഷ്യം, വർത്താനം പറയുന്ന കേട്ടാ ദേഷ്യം, മൊത്തം ദേഷ്യം. കാരണം ആകെ പിടിച്ചു നിന്ന് ഡോപ്പമില്ല. അത് പോയതോടുകൂടി ഇപ്പൊ വേറെ ആരെങ്കിലും ചിരിക്കുന്ന കാണുമ്പോഴാണ് ഡോപ്പമിൻ കത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതാ മനുഷ്യന്റെ പാപപ്രകൃതം എന്ന് പറയുന്ന സാധനം. അപ്പൊ കർത്താവ് പറയാണ്, നീ നിന്റെ സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യയുടെ നേരെ നോക്കുമ്പോൾ, ഭാര്യയുടെ വർത്താനം കേൾക്കുമ്പോൾ സ്നേഹം വരുന്നില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ മീ. പൗലോസ് പറയാ, ഈ ശരീരം കൊണ്ട് എങ്ങനെ അനുസരിക്കാനാണ്? നിയമമൊക്കെ കൊള്ളാം, ന്യായപ്രമാണവും കൊള്ളാം. ന്യായപ്രമാണത്തിന് ഇങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ സാധനം ഇല്ലാതെ എങ്ങനെ സ്നേഹിക്കും? എൻ്റെ ഉള്ളിൽ അനുസരിക്കാനുള്ള ഒരു സാധനം ഇല്ല. ദേഷ്യം വരാനുള്ള ഹോർമോൺ വരും. അഡ്രിനാലിൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ, ഇതൊക്കെ അടിച്ചു പൊട്ടിക്കും. ഞാൻ ഒരു ദിവസം ഒരു ചർച്ചയിൽ നിന്ന് അഡ്രിനാലിനൊക്കെ വന്നാൽ ഇങ്ങനെ അടിച്ചു പൊട്ടിയെന്ന് നോക്കിയപ്പോൾ അത് ഓൾറെഡി പൊട്ടിയിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞാൻ ഇടിച്ചില്ല, ഇതിനു മുമ്പ് ഇത് പൊട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ തടിയനായിട്ട് ഇങ്ങനെ വീശിയപ്പോൾ കാറ്റുകൊണ്ട് പൊട്ടിയതൊന്നുമല്ല, കഴിഞ്ഞ ദിവസം വരെ പാസ്റ്റർ അടിച്ചു പൊട്ടിച്ചതാ. അപ്പൊ പുള്ളി പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന തീർന്നിട്ട് മാറ്റാന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നു. കാരണം എത്ര പേരിനെ അടിക്കുന്നറിയത്. ഈ അഡ്രിനാലിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒന്നുകിലും മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇത്തിരി ബുദ്ധിയുള്ളതുകൊണ്ട് മൊബൈലാണെന്ന് കണ്ട് അത് മാറ്റി വെച്ചിട്ട് ഇത് എടുത്തെറിയും. കാരണം എന്തെങ്കിലും എറിഞ്ഞേ പറ്റും, അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? അന്നേരം പറയാ, ശാന്തമാകെന്ന് പറഞ്ഞ് ഈ ഹോർമോൺ സമ്മതിക്കണ്ടേ ശാന്തമാകാൻ? ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര കൂടുതൽ, അവന്റെ നിയന്ത്രണത്തിലൊന്നും അല്ലത്. എനിക്കൊരു സുഹൃത്തുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പം എല്ലായിടത്തും പറയാറുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെട്ട് അങ്ങനെയല്ല. എനിക്ക് 92 മുതൽ അദ്ദേഹത്തെ അറിയാം. 2025 ആയല്ലേ, 25 തൊട്ട് 33 വർഷമായിട്ട് അദ്ദേഹത്തെ അറിയാം. ഇന്നേ വരെ അദ്ദേഹം ഒരാളോടും ചൂടായി ഞാൻ കണ്ടിട്ടില്ല, ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പം ഞാൻ തന്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഇദ്ദേഹം വീട്ടിൽ ചൂടാകാറുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. എൻ്റെ ദൈവമേ, എന്തൊരു മനുഷ്യൻ! അതങ്ങനെ ജനിച്ചപ്പോഴേ അങ്ങനെയാ. ഞാനൊക്കെ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചാൽ അവരിപ്പോഴും എനിക്ക് വേണ്ടി വെട്ടിവെച്ച വടി അവിടെ കാണും. ചിലർ ജനിക്കുമ്പോഴേ അവരുടെ ടെമ്പറാമെന്റ് അങ്ങനെയാ. ചിലർ ജനിക്കുമ്പോൾ പല ഇമോഷണൽ മേക്കപ്പിലാണ് ഓരോരുത്തർ ജനിക്കുന്നത്. ഇവരുടെ എല്ലാം ഒരേ കൽപ്പനകളാണ് കൊടുത്തേക്കുന്നത്. ഇതെങ്ങനെ അനുസരിച്ച് തീർക്കും? ലോകത്തിൽ എവിടെ നോക്കിയാലും അതിനൊരു സൊല്യൂഷൻ ഇല്ല. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നോക്കിയാലും അതിൽ അനുസരിക്കുന്നവർക്കാ, അല്ലെ? ചെയ്താലേ പറ്റൂ. ഇന്ത്യയിലെ നിയമങ്ങൾ നോക്കിയാലും ചെയ്താലേ പറ്റൂ. പക്ഷെ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്.
We are incapable of obeying the Lord because we are dead in our sins and trespasses. ആ ഡെത്ത് സ്റ്റേജിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സത്യത്തിൽ ഒരു കൽപ്പന അനുസരിച്ചിട്ടുമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അങ്ങനെ ആരെയും ഇന്നവരെ സ്നേഹിച്ചിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് എങ്ങനെ സ്നേഹിച്ചെന്നറിയോ? തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. അപ്പൊ അടുത്തിരിക്കുന്നയാളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി ജീവനെ കൊടുക്കണം. അയാളൊരു $500 മേടിച്ചിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ പോകുന്ന സ്നേഹമേ നമ്മുടെ കയ്യിലുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ പറ്റുള്ളൂ. പിന്നെ അയാളെ കാണുമ്പോൾ എൻ്റെ കാശ് മേടിച്ചിട്ട് തിരിച്ചേരാ വന്നിരിക്കുക നമ്മുടെ ഹൃദയത്തിൽ പറയും. അത് നമ്മൾ ചിന്തിച്ചിട്ട് പറയുന്നതല്ല, അങ്ങനെ ചിന്തിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണോ? ആണോ? നമ്മൾ ദേഷ്യപ്പെടുമ്പം വീട്ടിൽ പോയിട്ട് ഇന്ന് കുറച്ച് നാളായി ദേഷ്യപ്പെട്ടിട്ട് ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഒന്ന് ദേഷ്യപ്പെടാൻ എൻ്റെ കഴിവ് പോയോ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ തീരുമാനം എടുത്ത് ദേഷ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ വന്നോളും. ആരും പാപം തീരുമാനം എടുത്ത് ചെയ്യുന്നതല്ല. ഇത് അകത്തുനിന്ന് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന മോഹങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. വി ആർ ബിഫോർ ബീങ് ബോൺ അഗെയിൻ, ബിഫോർ ദാറ്റ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, ബിഫോർ റീജനറേഷൻ, വി ആർ ഓൾ സ്ലേവ്സ് ഓഫ് സിൻ. പാപത്തിന്റെ അടിമകളാണ്. അതാ പൗലോസ് പറയുന്നത്. മനുഷ്യൻ ജനിക്കുമ്പോഴേ അവൻ്റെ ഇമോഷൻസിനും അവൻ്റെ ശരീരത്തിന്റെ ചിന്തകൾക്ക്, ശരീരത്തിന്റെ ആ പാഷൻസിനും മനസ്സിന്റെ ചിന്തകൾക്ക് എല്ലാം അടിമയാണ്. ദാറ്റ് സിൻ എന്ന് പറയുന്ന ആ ബോഡിയാണ് ഇവനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു പ്രതിസന്ധി നമുക്കുണ്ട് അല്ലേ? ഇപ്പൊ ഇത് ഇൻട്രഡക്ഷൻ തന്നെയാട്ടോ, ഇൻട്രഡക്ഷനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോൾ തീരുമെന്നല്ലേ? ഒക്കെ തീർത്തോളാം. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി നമുക്കുണ്ട്. സ്വർഗത്തിൽ പോകാനുള്ള ഒരു നീതിയും നമ്മൾ ചെയ്തിട്ടുമില്ല. സ്വർഗത്തിൽ പോവോ? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇത് ചോദിക്കാത്ത ആൾക്കാരും. ഒരു ദിവസം ഞാൻ ഒരു ചർച്ചിൽ ചെന്ന് ചോദിച്ചു, കർത്താവ് ഇപ്പൊ വന്നാൽ പോകുമെന്ന് ഉറപ്പുള്ള ഒരു കൈവക്കാൻ. അപ്പൊ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതെന്താ അറിയാം? നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവം, വിഷയങ്ങൾക്ക് വിടുതൽ തരുന്ന ദൈവം, നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റുന്ന ദൈവം, നിങ്ങളുടെ മക്കളെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, വിശ്വാസമുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കി. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സകല മനുഷ്യർ തിരിഞ്ഞു നോക്കിയ ഒരു 3-4 പാസ്റ്റർമാർ, അവരെല്ലാം കൈവക്കി പിടിച്ചേക്കുക. താത്തിയാൽ എങ്ങാനും കിട്ടാതെ പോകുന്നു പേടിച്ചവര് താഴ്ത്താൻ പോലും പറ്റുന്നില്ല, അത്ര വിശ്വാസം. അടുത്ത് ചോദിച്ചു, ഇപ്പൊ സമയം 8:15. ശരിക്കും ഇതേ സമയമായിരുന്നു കേട്ടോ, അവിടുത്തെ ഇന്ത്യയിൽ 8:15. 8:16 കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുന്നു 100%. 99% അല്ല, ഒരു വക അനുസരിച്ചിട്ടില്ല, 99% അല്ല, 100% ഉറപ്പുള്ളൊരു കൈവക്കാൻ പറഞ്ഞു. ഒരൊറ്റ ആള് പോലും ഫ്രണ്ടിലില്ലായിരുന്നു. ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ആരുമില്ല, അവിടെയുമില്ല, ഒരാളും ഇല്ല. എന്താ കാര്യം അറിയോ? എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ശരിയായിട്ടില്ല. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ഞങ്ങൾ ശരിയായിട്ടില്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ദൈവത്തിന്റെ തൃപ്തിയുള്ള അത്രയൊന്നും ആവാൻ പറ്റിയിട്ടില്ല ബ്രദറെ. കേട്ടില്ലേ ഇത്? സ്വർഗത്തിൽ പോവോ സിസ്റ്ററെ? അറിയാൻ മേല ബ്രദറെ, ദൈവൻ കൊണ്ടുപോവാണേ പോണം. അതെന്താ അങ്ങനെ ഉറപ്പില്ലാത്തത്? ആർക്കറിയാം നമ്മളൊക്കെ എന്തായിട്ടുണ്ടെന്ന്? ഇത് ഏറ്റവും അഹങ്കാരിയായ മനുഷ്യനത് പറയുന്നത്. കാരണം അവൻ വിചാരിക്കുന്നത് അവന്റെ ശരീരം കൊണ്ട് സാധിക്കുമെന്ന. അത് സാധിക്കാത്തതിലുള്ള വിഷമമാണ്. The trust, the faith is in his own personality. ഒരു ദിവസം ഞാനും അപ്പനെ പോലെ വളരും വലുതാവും, അങ്ങനെ പാടിയിട്ടില്ലേ? ഞാനൊരു ദിവസം യേശുവിനെ പോലെ ആകും എന്ന് അവനങ്ങ് ചിന്തിക്കും അവന്റെ ജഡം കൊണ്ട്. ദാറ്റ് ഈസ് പ്രൈഡ്, സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ ഒത്തിരി വിശ്വാസികൾ അഫക്റ്റഡ് ആണ് ഈ വൈറസിനാൽ. ഏത് വൈറസാ? അവിശ്വാസം എന്ന വൈറസ്. അവർക്ക് വിശ്വാസമുണ്ട്, ഇന്ന് വിടുതല, അത് വിശ്വാസമാണ്. എപ്പോ കേട്ടാലും ആരോ സഭയിൽ നിന്ന് വരും. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുണ്ടല്ലോ, ഇത്രയും നാളും ജോൺ തോമസ് പാസ്റ്റർ പഠിപ്പിച്ച സഭയാണെന്നൊന്നും നിങ്ങൾ നോക്കില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കൺട്രോൾ പോകും. കാരണം എല്ലാവരും ഇരിക്കുന്നത് ആ ഒരു സ്പ്രിങ്ങിന്മേലാണ്. എപ്പോഴാണ് വിഷയങ്ങളുടെ വിഷയം വരുന്നത്, അപ്പൊ സ്പ്രിങ് മൂവ് ചെയ്യും ഓട്ടോമാറ്റിക്. അത് കാരണം വി ആർ ഓൾ കണ്ടീഷൻഡ് ടു ദാറ്റ്. വി ഓൺലി വാണ്ട് ടു ലിസൺ ടു ദിറ്റ്. ആ ഒരു ഫ്രീക്വൻസി വരുമ്പോഴാണ് നമ്മൾ ഉണർവെന്ന് പറയുന്നത്. ഉണർവെന്ന് പറയണമെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി വരണം.
ഈ കഴിഞ്ഞിടെ മരിച്ചുപോയ ഒരു പാസ്റ്റർ, അദ്ദേഹം എപ്പോഴും ഈ നിത്യതയെക്കുറിച്ചാണ് പ്രസംഗിക്കുക. എപ്പോഴും പുള്ളിയുടെ പ്രസംഗത്തിൽ നിത്യതയെക്കുറിച്ചാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിങ്ങിൽ, കേരളത്തിൽ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ തെരുവിൽ നിന്ന് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. ഭയങ്കര ഭീകരമായ പ്രസംഗം, ആര് കേട്ടാലും പിടിച്ചു. ഒരാൾ പോലും അനങ്ങുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക. എല്ലാം പെന്തക്കോസ്തുകാർ തന്നെയാണ് ഈ പരസ്യയോഗത്തിന് പോയിരിക്കുന്നത്. കാരണം വേറെ ആരും ഇല്ല. അവരൊക്കെ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന കേൾക്കുന്നുണ്ട്. പ്രസംഗം തീരാൻ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ മുമ്പിരിക്കുന്ന ആൾക്കാർ പ്രതികരണം വരുന്നില്ല. അപ്പോൾ ആ പാസ്റ്റർ പാവം, എനിക്ക് വിഷമം തോന്നി. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് കേൾക്കാൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ ഏതായാലും. അത് കേട്ടപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നവരെല്ലാം അലർട്ടായി. കാരണം അവരുടെ വിഷയം ഇപ്പോഴാണ് വന്നേ, ഈ വർഷം തീരുന്നതിന് മുമ്പ്. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവ് ഇന്ന് രാത്രി കർത്താവ് വന്നാലെന്ന് പറഞ്ഞ അതേ ആള് 10 മിനിറ്റിന് ശേഷം ഈ വർഷം തീരുന്ന കാലത്തെ കഥകൾ പറയേണ്ടി വരുന്നു. കാരണം കൊതിയന്മാരായ, അത്യാഗ്രഹികളായ, ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കർത്താവ് തന്ന വചനത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ധനമോഹികളായ ശുശ്രൂഷകർ. അദ്ദേഹം ധനമോഹിയാന്നല്ല ഞാൻ പറഞ്ഞത്. പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു fall in line with the general trend of worldliness. ഇപ്പൊ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ഉറപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് ഒന്നും തോന്നുന്നില്ല. യു ആർ ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ടു ദാറ്റ് ട്രൂത്ത്. ആ ഡിസ്കണക്ഷനാണ് ഇന്ന് വിശ്വാസമില്ലാത്തൊരു സമൂഹമാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, വിഷയങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ദുർബലമായ ഉപദേശമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിൽ വിശ്വാസം പഠിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? പപ്പ എനിക്കൊരു ബാഗ് മേടിച്ചു തരണം. അപ്പം പപ്പ പറയും, നീ കിടന്നുറങ്ങിക്കോ, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ മതി, യേശുപ്പച്ചൻ നിനക്ക് ബാഗ് മേടിച്ചു തരും. നിങ്ങൾ പറയാറുണ്ട് ഇങ്ങനത്തെ ടെക്നിക്കുകൾ വിശ്വാസം വളർത്താൻ വേണ്ടി? ഈ പാവം കൊച്ചു പ്രാർത്ഥിക്കും, കർത്താവ് യേശുപ്പച്ച എനിക്ക് ബാഗ് തരണേ. അവൻ കിടന്നുറങ്ങുമ്പം അപ്പം തന്നെ ബാഗ് കൊണ്ടുവന്ന് അവൻ്റെ ബെഡിനെടുത്ത് വെക്കും. നേരം എടുത്ത് നോക്കുമ്പം ബാഗ് എടുത്തിരിക്കുന്നു. അപ്പം ഈ വിശ്വാസം പഠിച്ചു. എന്താ വിശ്വാസം? പ്രാർത്ഥിച്ചാൽ. പക്ഷെ ഇതൊരു കള്ളത്തരമല്ലേ ഇത്? ഇവനിങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ 5-6 വയസ്സ് വരെയൊക്കെ വിശ്വസിക്കും. ഒരു 8-10 വയസ്സാകുമ്പോൾ ഇവന് മനസ്സിലാവും, യേശുക്രിസ്തു രാത്രിയിൽ ബാഗ് അടിച്ച് കൊണ്ടുവന്ന് പ്രിന്റ് ചെയ്യാൻ യേശുക്രിസ്തു നടത്തുന്ന ബാഗ് കമ്പനി ഒന്നുമില്ല. ഇത് അപ്പൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അവൻ കുറച്ചുകൂടെ വലുതാകുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് പരീക്ഷയ്ക്ക് 1ാം റാങ്ക് തരണേ. അപ്പോൾ അമ്മ ഭയങ്കര പ്രാർത്ഥനയാണ്. കൊച്ചുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അമ്മമാരായി പ്രാർത്ഥിക്കുന്ന മൊത്തം. അതുകൊണ്ടാണ് അമ്മമാർ വടിയെടുക്കേണ്ടി വരുന്നത്. പണ്ടൊക്കെ അപ്പന്മാരായിരുന്നു പിള്ളേർക്ക് പേടി, ഇപ്പം അമ്മമാരെ പേടി. കാരണം അമ്മമാർക്ക് ഈ പഠിപ്പിക്കുക എന്നുള്ള തല്ലോട്ട് കയറിയോണ്ട് പിള്ളേർക്ക് സമാധാനം കൊടുക്കത്തില്ല. വീട്ടിൽ വന്നാൽ പഠിപ്പിച്ച് അവർ ഇപ്പം തന്നെ രക്ഷപ്പെടുത്തുന്നുള്ള രീതിയിലാണ് അമ്മമാരിരിക്കുന്നത്. ഇവരായി വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. മുഖത്ത് മുഴുവൻ പിള്ളേരെ കുറിച്ചുള്ള ആങ്സൈറ്റി. അത് കാണുമ്പോഴേ പ്രവാചകന്മാർക്ക് മനസ്സിലാവും ഇവർ തലമുറകളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ ഒരെണ്ണം, നിന്റെ മക്കളെ ക്യാൻഡലിട്ട് വിടാൻ കഴിവുള്ളത്. ആശ്വാസം, എന്തൊരാശ്വാസം തരും നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്നത്. ഇത് നല്ല ബിസിനസ്സായത്, ഈ കോമൺ ബ്ലെസ്സിങ്സിന്റെ ഈ കച്ചവടം. എന്നിട്ട് ഈ കൊച്ചു പ്രാർത്ഥിച്ച് അവസാനം റിസൾട്ട് വന്നപ്പം യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന നിരീശ്വരവാദിയായ പയ്യൻ 1ാം റാങ്ക്. അപ്പുറത്തിരുന്ന വേറെ വിഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്ന നമ്മൾ പറയുന്ന സാധനങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവന് 2ാം റാങ്ക്. പാസ്റ്റർ തലയെ പിടിച്ച് കുലുക്കി പ്രാർത്ഥിച്ചു വിട്ടവൻ ജസ്റ്റ് പാസ്. ഇത് 5-6 പ്രാവശ്യമായി കഴിയുമ്പോൾ അവന് മനസ്സിലാവും, ഈ വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ഈ രാത്രി കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതും ഇപ്പം നടക്കുന്നു പറയുന്നതൊന്നും അങ്ങനെ അങ്ങ് നടക്കുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ കോവിഡ് വന്നപ്പോൾ 2% നോൺ ബിലീവേഴ്സ് മരിക്കുമ്പോൾ 2% ക്രിസ്ത്യാനികൾ മരിക്കണോ? മരിക്കരുതല്ലോ. പക്ഷെ നമ്മുടെ ഇടയിലും വിശ്വാസികളുടെ അവിശ്വാസികളുടെ 2% മരിച്ചു. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചതല്ല എങ്ങോട്ട് പോയി? നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നതിന് മുമ്പിൽ വെള്ളം കുടിക്കും. ഇപ്പൊ പല ആൾക്കാരും പുറകിരുന്ന് പറയുന്നുണ്ടായിരിക്കും, ഇയാള് വന്ന് പ്രസംഗിച്ചുള്ള വിശ്വാസം കൂടെ കളയാനുള്ള പരിപാടിയാണല്ലോ. ഒരിക്കലും അല്ല. വിശ്വാസം കളയാൻ, ചിലത് പൊളിച്ചാലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. ഈ വിശ്വാസം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ പിള്ളേരുടെ ഉള്ളിൽ ഒന്നും ഫെയ്ത്ത് ഇല്ല. നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ പ്രാർത്ഥിക്കും മോനെ നിനക്ക് ജോലി കിട്ടുമെന്ന്. അവൻ എന്ന് പറഞ്ഞിട്ട് പോകും. അവൻ്റെ ഉള്ളിൽ ഫെയ്ത്ത് ഇല്ല. അവർക്ക് വേറൊരു ഫെയ്ത്തും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുന്ന ആ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. അത് അപ്പനും അമ്മയ്ക്ക് ഉണ്ടായാലല്ലേ പിള്ളേർ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ബലഹീനമായ വിശ്വാസമുള്ളൊരു തലമുറ. നടന്നു, നടന്നില്ല. ഞാനൊരു ചെറിയ കഥയും കൂടെ പറയാം. ഈ സമയം എത്ര സ്പീഡിൽ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ഒരു കഥയും കൂടെ പറയാം. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനാണ്. അദ്ദേഹം വേറെ ചർച്ചിലായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വീഡിയോഗ്രാഫറായിരുന്നു. ഏഷ്യാനെറ്റിന് വേണ്ടിയൊക്കെ വീഡിയോ പിടിക്കാൻ പോയിരുന്നു. ഏഷ്യാനെറ്റിന് വേണ്ടി, പിന്നെ സിനിമകൾക്ക് വേണ്ടിയൊക്കെ സ്റ്റിൽ എടുക്കാൻ രക്ഷിക്കപ്പെടാത്ത സമയത്ത് അതിന് വേണ്ടിയൊക്കെ പോരുന്ന ഒരു ഒത്തിരി അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പരമ്പരാഗത ചർച്ച വിട്ടിട്ട് ഇപ്പൊ വിടുതൽ എന്ന് പറയുന്ന ഒരു ചർച്ചിൽ പോയി ചേർന്നു. അപ്പൊ ഭാര്യ പറഞ്ഞു, ചാടല്ലേ, ഇത് വലിയ അബദ്ധമാണ്. ഭാര്യ വന്നില്ല. ഇയാൾ ഒറ്റയ്ക്ക് പോയി ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി വൈബ്രേഷനോടുകൂടെ നിന്നു. എപ്പോ പുള്ളി ആ ചർച്ചിലേക്ക് ചെന്ന് കയറിയോ അതിനുശേഷം ആരും പുള്ളിയെ വിളിക്കുന്നില്ല. ഏഷ്യാനെറ്റുകാർ വിളിക്കുന്നില്ല, ചാനലുകാർ വിളിക്കുന്നില്ല, ആരും ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നില്ല. മരിച്ച് ശവടക്കുന്നതിനുള്ള വീഡിയോ പോലും പുള്ളി കിട്ടുന്നില്ല. ആകെ പുള്ളിയുടെ പണി എന്നാന്നറിയാം, എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഒരു കുടുംബത്തെ തീറ്റിപ്പോറ്റാനുള്ള കാശ് അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഇങ്ങനെ ആയി കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്റർ എടുത്ത് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര വിടുതൽ പാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹം കൊണ്ട് പറഞ്ഞു, ഈ പാസ്റ്ററിന് ഭയങ്കര ദിവ്യശക്തിയാണ്. ഞാൻ എന്ത് ശക്തിയാണ്? ഭയങ്കര കൃപയാ പാസ്റ്റർ. ഞാൻ എവിടെ പോയാലും പാസ്റ്ററിന് അറിയാം ഞാൻ എവിടെയാണ്. ഒരു ദിവസം വന്നിട്ട് പറയാണ്, നീ മണർകാട് ജംഗ്ഷനിൽ ഇന്നലെ 3 മണിക്ക് നിൽക്കുമ്പോൾ, അത് മണർകാട് ജംഗ്ഷനാണ് മനസ്സിലാക്കാൻ, ചില പാസ്റ്റർ എതിരെ പോയതായിരിക്കും. ഇതങ്ങനല്ല, ഇത് ദൂരെ എവിടെ പോയാലോ ഭയങ്കര വെളിപ്പാടാണ്. പക്ഷെ ഒരു കാര്യവും നടക്കുന്നുമില്ല. അവസാനം പുള്ളി മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്റ്ററുടെ കമ്പ്യൂട്ടറിനകത്ത് പുള്ളിയുടെ ഗൂഗിൾ ലൊക്കേഷൻ ഷെയർ ആയി കിടപ്പുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇത് മനസ്സിലായി. പുള്ളി പാസ്വേഡ് മാറ്റി ആ ഡിവൈസ് റിമൂവ് ചെയ്തു. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നല്ലേ. പാസ്റ്ററിന് ഇത് മനസ്സിലായി, ഡിവൈസ് റിമൂവ് ചെയ്ത കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലായി. ഈ പുള്ളി പാസ്റ്റർ എടുത്തിട്ട് പറഞ്ഞു, ഇനി മേല ഞാൻ ഈ ചർച്ചിൽ വരുന്നില്ല. അപ്പൊ ഇതിനു മുമ്പ് എന്താ സംഭവിച്ചു വെച്ചാൽ, ഇദ്ദേഹം റോഡിലൂടെ പോകുമ്പോൾ മുമ്പിലുള്ള ബോർഡൊന്നും കാണാൻ പറ്റുന്നില്ല, കണ്ണിന് മങ്ങല. 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ കണ്ണിനകത്തെടുക്കണം, 3 മാസം കൂടുമ്പോഴോ മറ്റോ. നടക്കാൻ വയ്യ, ആകെ രോഗമായി. അപ്പൊ അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഈ മെയ്യിൽ ഒരു ഉപവാസ പ്രാർത്ഥന വരും, അതോടെ വിടുതലാവുന്നു. ഒരു വിടുതലായില്ലെങ്കിൽ പറയും നിങ്ങളുടെ അയൽവക്കാർ കൂടോത്രം ചെയ്തതാണ്. 21 നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അവരെ വെച്ചാണ് ഇവന്മാർ മുതലാളിമാരാകുന്നത്. അല്ലെങ്കിൽ പറയും നിന്റെ വിശ്വാസക്കുറവുണ്ടാകും. എവിടെയെങ്കിലും തല ബ്ലെയിം നമ്മുടെ തലയിൽ വെക്കും. പുള്ളി ആ സ്റ്റെപ്പ് ഇറങ്ങി, ചർച്ചിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞപ്പം ദാ വരുന്നു ഏഷ്യാനെറ്റിന്റെ കോൾ. 3 വർഷത്തിന് ശേഷം പുള്ളി കാറിൽ ഇങ്ങനെ പോകുന്നു. ഫ്രണ്ടിൽ ഓട്ടോറിക്ഷയിൽ ചെറിയ അക്ഷരത്തിൽ എഴുതി പുള്ളിക്ക് വായിക്കാൻ പറ്റുന്നു. പുള്ളി ആ ഞെട്ടിപ്പോയി. പുള്ളിയുടെ സാക്ഷ്യം നമ്മുടെ ചർച്ചിൽ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, ഞങ്ങളുടെ ചർച്ചിന്റെ. പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി എന്നോട് പറഞ്ഞു, ഇത് എന്ത് അത്ഭുതമാണ്. നേരത്തെ പുള്ളി എൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു, ഇപ്പം പുള്ളിയുടെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പൊ പുള്ളിയോട് ചോദിച്ചത് എന്ത് പരിപാടി, ഇതെന്താ സംഭവിക്കും? ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു ദരിദ്രന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു 20 ദിന പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹഠാവോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? അപ്പോൾ ഒരാൾ ഇന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഈ ഗരീബി ഹഠാവോ പ്രോഗ്രാം ജയിച്ചാൽ പിന്നെ ആരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ? ഇപ്പം ഇന്ദിരാഗാന്ധി ചോദിച്ചാൽ എന്താ, ഞാൻ നല്ല കാര്യമല്ല ചെയ്യുന്നത്, ഇത്ര ആൾക്കാരൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ നല്ല കാര്യമല്ല. പുള്ളിക്കാരി പറഞ്ഞു, അതല്ല പ്രശ്നം, ഇപ്പം അവർക്ക് ദാരിദ്ര്യമുണ്ട്, ഇന്ദിരാഗാന്ധി ഒന്ന് ഞങ്ങൾ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത്. നാളെ അവരുടെ ദാരിദ്ര്യം മാറിയാൽ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ആവശ്യമില്ലല്ലോ. മനസ്സിലായ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമല്ലോ, കാരണം ദാരിദ്ര്യമില്ല. അതുപോലെയാണ് ഈ പരിപാടി. നിങ്ങൾ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ആവശ്യമില്ല. രക്ഷപ്പെടാത്തിടത്തോളം കാലമേ ഇതിന്റെ പണി നടക്കുള്ളൂ. ശരിയാണോ? അപ്പൊ എന്നോടൊരു IPCയിൽ ഒരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇതിനകത്ത് ഇങ്ങനൊരു സ്പിരിറ്റ് ഉണ്ട്, സ്റ്റേജ് നിൽക്കുന്നവൻ മാത്രമേ ഗതി പിടിക്കുള്ളൂ. ഫ്രണ്ടിലിരിക്കുന്നവർ ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ചിരിക്കും, അവരെന്നും അടിമകളായിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാം? കർത്താവ് ഇങ്ങനെയുള്ള ഒരു വാഗ്ദത്തവും തന്നിട്ടില്ല. നിങ്ങളുടെ പിള്ളേരെ പരീക്ഷയ്ക്ക് 1-ാം റാങ്ക് ആക്കിയേക്കാന്ന് കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഉണ്ടോ? കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാഗ്ദത്തമാണ്. അതിപ്പോഴും വിശ്വാസം ഇല്ലതാനും.
എന്താണെന്നറിയോ? അത് മാത്രം നമ്മൾ വിശ്വസിക്കാത്തേ ഉള്ളൂ. മനുഷ്യർ പറഞ്ഞ എല്ലാം നമുക്ക് വിശ്വാസമാണ്. കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നിന്നെ എൻ്റെ കൂടെ ഞാൻ സ്വർഗത്തിലിരുത്തും. അത് മാത്രം ഇന്നേ വരെ അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. വിശ്വാസം ഉണ്ടോ? കണ്ടോ, പല ആൾക്കാരും മിണ്ടുന്നില്ല, അനങ്ങുന്നേ ഇല്ല. വിശ്വാസം ഉണ്ടോ? യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്വം, അവന്റെ തേജസ്സിന്റെ പങ്കാളിത്തം അവൻ നമുക്ക് തരും. നമ്മെ തേജസ്കരിച്ച് അവന്റെ കൂടെ പിതാവിന് മുമ്പിൽ നിർത്തും. ഈ ഒരൊറ്റ വാഗ്ദത്വത്തിന് കീഴിലാണ് പുതിയ നിയമം മുഴുവൻ ഇരിക്കുന്നത്. പുതിയ നിയമം മാത്രമല്ല, പഴയ നിയമവും. അപ്പൊ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് അപ്പോസ്തലിക് ഡോക്ട്രിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മൾ ആരും ശരിയല്ല. ശരിയാണോ? ആണോ? നമ്മൾ ആരും അനുസരിച്ച് മിടുക്കരായിട്ടില്ല. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ. നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്വം ഉണ്ട്. നമ്മൾ സ്വർഗത്തിൽ പോകണം എന്ന വാഗ്ദത്വം നമ്മൾ പ്രാപിക്കുകയും വേണം. എന്നാൽ നമ്മളൊട്ട് നന്നായിട്ടുമില്ല. അപ്പൊ നമ്മൾ നന്നാകണം, സ്വർഗത്തിൽ പോകണം. അത് നമ്മളെ കൊണ്ട് കഴിയുകയുമില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് ദൈവം അത് സാധിക്കുന്നത്? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മളെ അവൻ കൊണ്ടേ നിർത്താൻ അവന് കഴിവുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നമ്മളെ നിർത്തുന്നതെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാർ ഇത്രയും ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ രഹസ്യം, എങ്ങനെയാണ് പാപികളായ നമ്മളെ നീതിമാന്മാരാക്കി, വിശുദ്ധരാക്കി, തേജസ്സുള്ളവരാക്കി ക്രിസ്തുവിന്റെ കൂടെ നമ്മളെ പിതാവിന്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തുന്ന, തേജസ്സോടെ നിർത്തുന്ന ആ ഒരു പ്രോഗ്രാം, അതെങ്ങനെയാണ് ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ബൈബിൾ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ ലോകത്തെ സംബന്ധിച്ച് ഒന്നുമില്ലേ? ഈ ലോകത്തെ സംബന്ധിച്ച് ഒന്നും വേണ്ട, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം തന്നോളാം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രൊവൈഡഡ് യു ആർ നോട്ട് ഗോയിങ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് അതിന്റെ നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 17 and 18. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ അതിന്റെ ഇംഗ്ലീഷിൽ വന്ന നിങ്ങൾ വായിച്ചോ? അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം ഒന്ന് എടുക്കാമോ? But God be thanked that you were the servants of sin, but you have obeyed from the heart that form of doctrine. എന്താണ്? That form of doctrine. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ആ ഉപദേശ രൂപം. A form of doctrine, a doctrine which has a definite form. അവിടുന്ന് ഇവിടുന്നുള്ള 100,000 പ്രസംഗങ്ങളല്ല, വ്യവസ്ഥാപിതമായ രൂപമുള്ള, ഫോമുള്ള, അതായത് ഒരു സ്ട്രക്ചറുള്ള ഒരു ടീച്ചിങ്, ഒരു ഡോക്ട്രിൻ. ആ ഡോക്ട്രിനെ നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കത്തക്ക രീതിയിൽ നമ്മെ അപ്പോസ്തലന്മാർ ഉപദേശിച്ച ആ ഫോം ഓഫ് ഡോക്ട്രിനെയാണ് നമ്മൾ ശരിക്കും അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശരിക്കും നമ്മൾ വിമുക്തരാകുന്നത് എങ്ങനെ? പാപത്തെ ജയിക്കുന്നത് എങ്ങനെ? സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെ? നീതിയുടെ ദാസന്മാരായി മാറുന്നത് എങ്ങനെ? ദൈവത്തിന്റെ പ്രിയ മക്കൾ ആയി മാറുന്നത് എങ്ങനെ? ദൈവത്തെ അനുസരിക്കുന്നത് എങ്ങനെ? ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ലേഖനങ്ങൾ എഴുതുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 1:6 മലയാളത്തിൽ. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, നമ്മൾ അവന്റെ നാമനിമിത്തം സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും, അത് ഓക്കെ. 5-ാം വാക്യം വായിച്ച് ഇംഗ്ലീഷിൽ 5. Through him we have received grace and apostleship for obedience to the faith among all nations for his name. Obedience to the faith. വിശ്വാസത്തിന് അനുസരണം വരുത്തുക. അപ്പൊ അപ്പോസ്തലന്മാരുടെ പരിപാടി എന്താണ്? അതിവിശുദ്ധ വിശ്വാസം നമുക്ക് അനുസരണമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് അപ്പോസ്തലിക ഉപദേശം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അപ്പോസ്തലന്മാരായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ദൈവം അപ്പോസ്തലന്മാരാക്കി വെച്ചത്? എന്തിനാണ് ഇത്രയും കൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് തന്നത്? ഒറ്റ കാരണമുള്ളൂ, നിങ്ങളുടെ ഉള്ളിലെല്ലാം ദൈവം വെച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം ഒരനുസരണമായി ദൈവത്തിന്റെ മഹത്വത്തിനായി വെളിപ്പെടണം.
അത് സകല ജാതികളിലും അത് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങളെ അപ്പോസ്തലന്മാരാക്കി വെച്ചിരിക്കുന്നത്. ലളിതമല്ലേ? ഇതേ കാര്യം തന്നെ റോമാലേഖനം തീരുമ്പോഴും പറയുന്നുണ്ട്. എന്താണ്? റോമാലേഖനം 16:24. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടുവെന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാർ. അപ്പോ പ്രവാചകന്മാരുടെ എഴുത്തുകളും മുതൽ അപ്പോസ്തലിക ഉപദേശം വരെ. അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്താണ്? പ്രവാചകന്മാരുടെ എഴുത്തുകളും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളും എല്ലാം പോയിന്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിലേക്കാണ്. നമ്മുടെ ന്യായപ്രമാണത്തിന്റെ അനുസരണമല്ല, വിശുദ്ധി നീതിയുടെ അനുസരണം. അതെങ്ങനെ വരണം? വിശ്വാസത്തിന്റെ അനുസരണമായിട്ട് വരണം. ഞാനത് എങ്ങനെ വരുന്ന ഒരു ചെറിയൊരു എക്സാമ്പിളിൽ പറഞ്ഞിട്ട് നമുക്കിന്ന് ക്ലോസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, നമ്മൾ ന്യായപ്രമാണത്തിന്റെ അനുസരണവും വിശ്വാസത്തിന്റെ അനുസരണവും തമ്മിലുള്ള ഡിഫറൻസ്, ഏതിനാണ് കൂടുതൽ ശക്തി, ഏതാണ് വലുത്, വിച്ച് ഇസ് ഗ്രേറ്റർ എന്ന് നമുക്കൊന്ന് നോക്കാം. മോശ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പൊ മോശ എന്നോട് സംസാരിക്കാന്ന് വിചാരിച്ചു. എന്നോട് മോശ വന്നിട്ട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് ഞാൻ പറഞ്ഞു ദുഷ്ടന്മാരായ കൂട്ടർ ആൾക്കാരോടാണ്. ശരിക്കും കർത്താവ് വിവാഹമോചനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ സംസാരിച്ചത്. അപ്പൊ മോശ സംസാരിച്ച ഹൃദയകാഠിന്യമുള്ളൊരു ജനത്തോടാണ്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പല്ലൊരുത്തനെടുത്താൽ, പൊരുത്തം വന്ന് എൻ്റെ പല്ലടിച്ച് താഴെക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോയി അവൻ്റെ ഒരു പല്ലെടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 പല്ല് അടിച്ചിട്ടാണല്ലോ വൈരാഗ്യത്തോടെ നിൽക്കുന്നത്. അപ്പൊ അവന്റെ ഈവിലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് മോശ പറഞ്ഞത്, ഒരു പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അല്ലാതെ എക്സ്ട്രാ എടുക്കരുത്. ഇങ്ങനെയുണ്ട്. എന്നിട്ട് മോശ എന്നോട് പറയാണ്, നിന്നോട് ഞാൻ വേറൊരു നിയമം പറയാം, അതെനിക്ക് രഹസ്യമായിട്ട് പിതാവിൽ നിന്ന് കിട്ടിയ. എന്താ? നീ അങ്ങനെ ചെയ്യരുത്. ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കുക. നിന്റെ മൊബൈൽ ഫോൺ ഒരുത്തിന് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ അതിന്റെ ചാർജറും കൂടെ കൊടുത്തു വിടുക. നിന്റെ വണ്ടി ഒരുത്തൻ കള്ളത്താക്കോട്ട് തുറക്കാൻ നോക്കിയാൽ വണ്ടി എടുത്ത് അതിന്റെ പേപ്പറും ബുക്കും കൂടെ കൊടുത്തിട്ട് പറയാം, മോനെ നീ കൊണ്ടുപോക്കോ. നിന്റെ അതിലൊരുത്തൻ മാന്തിയാൽ, എന്തിനാ മോനെ അതിന് മാന്തുന്നത്? എനിക്ക് കുറച്ചുകൂടെ സ്ഥലം വേണം, എടുത്തോ എന്ന് പറയാം. സന്തോഷമായി എല്ലാവർക്കും? ഇപ്പൊ മോശയോട് പറഞ്ഞു, ഒരു കാരണത്തടിച്ചാൽ അത് കഠിനഹൃദയമുള്ളവരുടെ, ഇതാണ് വീണ്ടും ജനിച്ചവരോട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോശേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ കർണത്തടിക്കുന്നവൻ ഭയങ്കര ജിമ്മ, ഭയങ്കര ആരോഗ്യം. എനിക്ക് തടി മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് മൂക്കിലൂടെ ബ്ലഡ് വരുന്ന ബ്രെയിനിൽ നിന്നാണോ മൂക്കിന്റെ പാലം തരിഞ്ഞാണോ എന്ന് എനിക്ക് അറിയാൻ മേല. അടുത്ത ഇടിക്ക് ഞാൻ തട്ടിപ്പോയാൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? ഇപ്പൊ മോശ പറയും, നീ ആവർത്തന പുസ്തകം 28 വായിച്ചിട്ടില്ലേ? ഒരു കാലത്ത് എല്ലാവരുടെയും വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന ആവർത്തന പുസ്തകം 28. നിന്നെ ദേശത്ത് മാനിക്കും, നിന്റെ ആടുമാടുകളെ അനുഗ്രഹിക്കും, നിന്നെ. അപ്പൊ ഞാൻ മോശയോട് ചോദിക്കാം, ഞാൻ ചത്തുപോയ ശേഷം എന്നെ ദേശത്ത് മാനിച്ച് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എനിക്ക് എന്ത് കാര്യം? ഞാനില്ലല്ലോ. അപ്പൊ മോശ പറയാം, അത് ശരിയാ മോൻ, ഇതിൽ കൂടിയ വാഗ്ദത്തങ്ങളൊന്നും എനിക്ക് തരാനില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും തല്ലാൻ വന്നാൽ ഓടിക്കോ, കാരണം അഭിവൃദ്ധി വരാൻ പോകണല്ലോ. കർത്താവ് എന്നോട് പറയുന്നത് എങ്ങനെ പറയും? ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറയും, ചത്തുപോയാൽ നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. വാഗ്ദത്തം മുകളിലോട്ട് മാറി. അപ്പൊ ദീർഘായുസിന് വേണ്ടി ഞാൻ നോക്കുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയാൽ മതി. അപ്പൊ എൻ്റെ അനുസരണം വേറെ ലെവലായി. കാരണം ഇത് എന്ത് പോയാലും എനിക്ക് കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല, വിടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, ഓസ്ട്രേലിയ പോയാലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല. കാരണം എന്താ? വേറൊരു വാഗ്ദത്തം എനിക്ക് കിട്ടി. ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്ക് വേറെ അനുസരണമാണ്. ഇപ്പൊ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ കൽപ്പനകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനുസരിക്കാൻ പറ്റുന്നൊക്കെ നമ്മുടെ വളർച്ച അനുസരിച്ചിരിക്കും. പക്ഷെ ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേക്കും ദൈവം നമ്മളെ നീതിമാന്മാരെന്ന കണക്ക് കൂട്ടുന്നത്. കാരണം ആ വിശ്വാസം ആണ് നമ്മുടെ നീതിയുടെ മീൻസ്, അതിന്റെ റൂട്ട്. വെൻ വി ഹാവ് ഫെയ്ത്ത് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ്, വി ആർ കൺസിഡേർഡ് ആസ് ജസ്റ്റിഫൈഡ്. മനസ്സിലാവുന്നുണ്ടോ നീതിയുടെ വ്യത്യാസം എന്താന്ന്? അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലാത്ത ഒരു ജനത്തിന് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ പറ്റില്ല. ഒരു റെഫറൻസോടെ നമുക്ക് നോക്കാം. 1 പത്രോസിന്റെ 1 അധ്യായത്തിന്റെ 2 വാക്യം. 1 പത്രോസ് 1:2. എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അല്ലല്ല 1 പത്രോസാണോ അത്? ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം
ആത്മാവിന്റെ വിശുദ്ധീകരണം ശ്രദ്ധിച്ചോ? പ്രാപിച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ. അപ്പോൾ ഒരാൾ അനുസരണം കാണിക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലത്വം ഉണ്ടായത്. പൗലോസിന്റെ അപ്പോസ്തലത്വം മാത്രമല്ല, പത്രോസിന്റെ അപ്പോസ്തലത്വം ഈ അനുസരണം ഉണ്ടാക്കാൻ വേണ്ടിയാ. അപ്പൊ പത്രോസ് എന്താ പറയുന്നത്? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും. ഓക്കെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മതി. ഈ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു മനുഷ്യൻ ഭിക്ഷ അയച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നു, നിങ്ങൾ അയാൾക്ക് 100 രൂപ കൊടുക്കുന്നു. വെരി ഗുഡ് വർക്ക് അല്ലേ? ഗുഡ് വർക്ക് അല്ലേ? ഓ, ഇവിടെ $100 എടുത്ത് കൊടുക്കുന്നു. അയാൾ അന്തം വിട്ടു പോകുന്നു. ഓ മൈ ഗോഡ്, അവൻ ഇന്ത്യക്കാരനാണ്. ഉടനെ കാൽക്കുലേറ്റ് ചെയ്യും. 52,200 രൂപ മതി, സ്തോത്രം, സന്തോഷമായി, നല്ല പ്രവൃത്തി. ഓക്കെ, പക്ഷെ അവൻ തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ഈ $100 കൊടുത്തവൻ തിരിച്ചു നടക്കുന്നത് എങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും? ഓ, അത്രയും നീതി പ്രവൃത്തി ഞാൻ ചെയ്തു. ഒരു ഗമയോടെ ആയിരിക്കും അല്ലേ? ആണോ? ഒരു ഗമ വരത്തില്ലേ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഫ്ലഷിൻ്റെ ഒരു മെക്കാനിസം അതാ. നമ്മൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും ഒരു ജഡത്തിലുള്ളൊരു പ്രശംസ അതിൻ്റെ കൂടെ വരുമോ? ഈ കൺവെൻഷൻ തീരുമ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും അധ്വാനിച്ച ചില സഹോദരങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും. ഇവിടെ ചിന്തിക്കാറില്ലായിരിക്കും, വേറെ എല്ലായിടത്തും അങ്ങനെ ചിന്തിക്കും. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കുറെ എണ്ണം ചുമ്മാ അതിലെ നടക്കുമായിരുന്നു. ചിന്തിക്കില്ലേ? ഞാനിതെങ്ങനെ പ്രവചിക്കുന്നല്ലേ? ഭയങ്കര പ്രവചനമല്ലായിരുന്നോ? കാരണം അധ്വാനിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ വേറൊരുത്തനത് ചെയ്തില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അവസാനം ഇതെല്ലാം കൂടെ പിടിച്ച് കസേരെല്ലാം നേരിടാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടിട്ടില്ലേ ഇത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് എവിടെ നിന്ന് വരുന്നറിയോ? അതാ കസേര പിടിച്ചിട്ടതിൻ്റെ ആ സ്വയനീതി ആരും പുകഴ്ത്തി പറഞ്ഞില്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് നിന്നാണ് മനുഷ്യൻ കസേര എല്ലാം പിടിച്ചിട്ടെന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നെങ്കിൽ പോലും അതൊന്നും സാരമില്ല പാസ്റ്റർ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് പോകേണ്ട ആളാണ്. അല്ല, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? പാസ്റ്റർ അത് പറയാൻ വിട്ടുപോയതുകൊണ്ട് ഈ മനുഷ്യന് ആ സ്വയനീതിയെ ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. പുകഴ്ത്തിയ ഒരു വാക്ക് പറയാൻ. ആ പുകഴ്ത്തൽ കേൾക്കാതെ പുള്ളിക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യാത്തവരുടെ മേലേക്ക് അവന് കോപം ഉണ്ടാവും. ശരിയാണോ? പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടാണ് പ്രവൃത്തി കൊണ്ട് ഒരുത്തിനും രക്ഷപ്പെടേണ്ടെന്ന് കർത്താവ് തീരുമാനിച്ചത്. പ്രവർത്തിച്ചെങ്ങാനും പോയായിരുന്നെങ്കിൽ ആ അഹങ്കാരികളെ കൊണ്ട് സ്വർഗം നിറഞ്ഞേനെ. അവരവിടെ ഇരുന്ന് പറഞ്ഞേനെ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവനൊന്നും വരാതെ അവിടെ കിടക്കുന്നതുണ്ടോ? ഇതാണ് ഈ. അതേസമയത്ത് ഹൃദയം മാറിയാലോ? ഹൃദയം വിശുദ്ധീകരണം പ്രാപിച്ച് ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്ന് ഹൃദയത്തിലേക്ക് വന്നാൽ അവൻ ഈ കസേര പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പുസ്തകങ്ങളുമായിട്ട് ഇത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഇവരെന്നെ പിടിച്ച് ലൈബ്രറി ഡ്യൂട്ടിക്ക് ഇട്ടു. ഇപ്പം ലൈബ്രറി ഡ്യൂട്ടിക്കാരുടെ ബാക്കിയുള്ളവർക്ക് അസൂയാണ്. അവരുടെ വിചാരം ഇവർക്ക് പണിയൊന്നുമില്ല, പുസ്തകം അടുക്കി വെച്ചാൽ മതിയല്ലോ എന്നാണ്. പക്ഷെ ആരും അറിയാത്തൊരു മല്ലൻ പണി ഇതിന് അവസാനം കിടപ്പുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞൊരു 11 മണിയാകുമ്പോഴേക്കും എല്ലാവരും പോയി കിടന്ന് കഴിയുമ്പം ഈ ലൈബ്രറി മുഴുവൻ അടിച്ചു വരണം. നല്ല നീളമാണ്. അപ്പോൾ 4 പേര് കൂടിയാണ് ഇത് അടിച്ചു വരുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ, ചിലർക്ക് ഈ റാക്കെല്ലാം ഇരിക്കുന്ന സെക്ഷൻ ആയിരിക്കും. ഈ റാക്കെല്ലാം ഇരിക്കുന്ന സെക്ഷൻ്റെ അടിയിലൂടെ ഒക്കെ അടിച്ചു വാരി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു ദിവസം ഞാനങ്ങ് വല്ലാതെ മടുത്തു. ജൂനിയർ സ്റ്റുഡൻസ് ഈ പണിയെല്ലാം ചെയ്യുന്നത്, സീനിയേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ. അവസാനം ഞാൻ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തു. ഈ കാണാത്ത സ്ഥലത്തേക്ക് ഇതെല്ലാം ഒതുക്കി വെച്ചു. അടിയിലോട്ടൊന്നും കയറിയൊന്നുമില്ല. നമുക്കറിയാലോ സൂത്രപ്പണി ഇത് വെളിയിലോട്ട് ഇറങ്ങിയപ്പം അവിടെ നിന്ന് നമ്മുടെ സീനിയർ ആയിട്ടുള്ളൊരു ബ്രദറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ചേസേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ചൂലെടുത്തുകൊണ്ട് പോയി ഇതെല്ലാം പുള്ളി ആരോടും പറയാതെ എല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് അവസാനം എന്നോട് ഒന്ന് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കർത്താവിനാണ്, മനുഷ്യർക്കല്ല. ഒറ്റ വാക്ക് എൻ്റെ ഹൃദയത്തിൽ അത് തറച്ച പോലെ ഒരു. കാരണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നിയമം അനുസരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് അനുസരിക്കുമായിരുന്നെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു വരുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദമായ ഒരു യാഗം കൽപ്പനകൾ അനുസരിച്ചു എന്നുള്ളതിനാൽ ഉണ്ടാകുന്നില്ല, അത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയിൽ നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഈ 2 മക്കളിൽ ഒരു മകൻ ഭയങ്കര അനുസരണം കെട്ടവനും തൻ്റെടിയും അഹങ്കാരിയും അപ്പനമ്മയും ബഹുമാനിക്കാത്തവനും ആണെന്ന് വിചാരിച്ചോ. ഒരു ദിവസം അപ്പൻ അവനോട് പറയാണ്, മോനെ നീ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ അവൻ പറയാ, എനിക്ക് സൗകര്യമില്ല. അപ്പം പറഞ്ഞു, മര്യാദയ്ക്ക് നീ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. അപ്പോൾ അപ്പനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പം ഇവൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാത്തതുകൊണ്ട് ഇവൻ ചിന്തിച്ചു,
വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടമനുഷ്യനായ എൻ്റെ അപ്പൻ ഈ 16 വയസ്സായ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടിച്ചു വാരിയിട്ടേക്കാം. അവനതെല്ലാം അടിച്ചു വാരിയിട്ടു. രണ്ടാമത്തെ മകൻ ഭയങ്കര അനുസരണമുള്ള മകനായിരുന്നു, സ്നേഹമുള്ള മകനായിരുന്നു. അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ്റെ ഒരു ദിവസം ആലോചിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മ എനിക്ക് വേണ്ടി എന്തിനുമാത്രം കഷ്ടപ്പെടും, ഇന്ന് ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാം. അവൻ സ്വന്തമായിട്ട് ഇത് ക്ലീൻ ആക്കിയിടുന്നു. രണ്ടുപേരും കൽപ്പന അനുസരിച്ചു. ആരാ നീതിമാൻ? നീതിമാൻ ആരാ? അനുസരിച്ച ആളല്ല, ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളാ അല്ലെ നീതിമാൻ. ശരിയാണോ? ഒരു നേഴ്സ് ഒരു കൊച്ചിൻ്റെ അടുത്ത്, പേഷ്യൻ്റായ കൊച്ചിൻ്റെ അടുത്ത്, നല്ല ക്യൂട്ടായിട്ടുള്ള കൊച്ച്, ഭയങ്കര കളി ചിരി, നേഴ്സിന് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ 5 മണിയാകുമ്പോൾ നേഴ്സ് വീട്ടിൽ പോകും. പക്ഷെ അമ്മയോ ആ കൊച്ചിന് സുഖമാകുന്നവരെ അവിടെ ഇരിക്കും. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന, മറ്റേത് നിയമമാണ് അല്ലേ? അപ്പോൾ ഒരു നീതിമാനെ നിയമം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നീതി പ്രവൃത്തികളെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നീതിമാനെ ഉണ്ടാക്കണമെങ്കിൽ ഹൃദയത്തിന്റെ പരിശോധന നടക്കണം. ശരിയാണോ? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനാകുന്നില്ല. ദൈവം നമ്മളെ നീതിമാനാക്കിയാൽ മാത്രമേ നമുക്ക് നീതിമാനായി മാറാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഇനി എക്സാമ്പിൾസ് വേണം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിതൊരു എക്സാമിനേഷൻ ഹാളാന്ന് വിചാരിച്ചോ. എല്ലാവരും എക്സാമിനേഷൻ എഴുതാൻ പോകണം. പക്ഷെ എല്ലാം പാപികളായ പിള്ളേരാന്ന് വിചാരിച്ചാൽ, എല്ലാം പാപികളായ പിള്ളേർ. സാർമാർ അങ്ങോട്ട് തിരിഞ്ഞാൽ കോപ്പി അടിക്കാൻ റെഡി ആയിരിക്കുന്ന പിള്ളേർ. അപ്പം എക്സാമിനേഷൻ ഒരു ശരിക്കും ഒരുങ്ങി, തുണ്ട് കടലാസുകൾ എല്ലാം റെഡിയാക്കി വെച്ചു. ചെരിപ്പയിൽ വരെ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യുന്നത്? നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് എല്ലാത്തിനും ഇങ്ങനെ കൈകൊണ്ട് സിഗ്നൽ കാണിച്ചേക്കണം, എല്ലാം എഗ്രിമെന്റ് ഇല്ല. അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം എല്ലാം ഡീസന്റ് പിള്ളേരായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോഴാണ് വിൻഡോയിലോട് നോക്കിയിട്ട് ഒരുത്തം പറയുന്നത്, എടാ ദേ ആ സാറാ വരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, അവിടുത്തെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ്. പുള്ളിയുടെ കണ്ണ് ഓരോ കോർണറിലും ചെല്ലും. ഭയങ്കര പുള്ളിയെ പറ്റിക്കാൻ പറ്റത്തില്ല ആർക്കും. പിള്ളേർക്ക് എല്ലാം വിഷമമായി, ഭയങ്കര വിഷമമായി. അവരെന്ത് ചെയ്യുന്നറിയാം? അവരെല്ലാം പേപ്പർ കടലാസ് എറിഞ്ഞു, വിൻഡോ കൂടെ എറിഞ്ഞു കളഞ്ഞു. എല്ലാം റെഡിയാണ്, നല്ല നീറ്റ് പിള്ളേരായി. 2 മണിക്കൂർ എക്സാമാണ്. 1.5 മണിക്കൂറായപ്പം സാറ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നല്ല പിള്ളേരായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടയേർഡായിട്ട് തോന്നുന്നു, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. നിങ്ങൾ ഇനി 1/2 മണിക്കൂറൂടെ ഉള്ളൂ, നിങ്ങൾ നല്ലപോലെ എക്സാം എഴുതിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സാറ് വെളിയിലോട്ട് പോയി. അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്തും സംഭവിക്കും അല്ലേ? അതായത് നമ്മൾ പ്രമാണങ്ങൾ വെച്ചും ഭയപ്പെടുത്തിയും നിങ്ങളെ നരകത്തിൽ പിടിച്ചിടും, യേശുപ്പച്ച അടിക്കും, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങളെ നീതിമാന്മാരാക്കിയാൽ ആ പേടി മാറുമ്പം നിങ്ങൾ പഴയ സ്വഭാവം കാണിക്കും. ശരിയാണ്? അപ്പൊ പേടിപ്പിച്ചും ആരെയും നീതിമാന്മാരാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ ഭയമാണ് അവരെ അനുസരിപ്പിക്കുന്നത്, സ്നേഹമല്ല. അപ്പോൾ നരകത്തിലിടുമെന്ന് പേടിപ്പിച്ചും നീതിമാന്മാരാക്കാൻ പറ്റത്തില്ല. കൽപ്പനകളിലൂടെ നീതിമാന്മാരാക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മളെ നീതിമാന്മാരാക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ല ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്? നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. സ്വർഗത്തിൽ പോകുമെന്നുള്ള ധൈര്യത്തോടു കൂടി നമുക്ക് എങ്ങനെ ജീവിക്കാം? ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് 94-ലാണ്. മുഴുവൻ പ്രത്യാശഗാനങ്ങളാണ് കേൾക്കുന്നത്. റേഡിയോയിൽ നിന്ന് വരെ, ഞാൻ റേഡിയോയിലില്ലെന്ന് തോന്നുന്നു, കേട്ടിട്ടുണ്ട് ഭക്തിഗാനങ്ങളുടെ കൂട്ടത്തിൽ. അതുപോലെ സിനിമാ കോട്ടയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമാ കോട്ടയിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പാട്ട് വയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു സിനിമാ കോട്ടയുടെ മുമ്പിൽ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രത്യാശയെക്കുറിച്ചാ, കർത്താവ് വരുന്നതിനെ കുറിച്ച് അല്ലേ? അക്കരെ കുഞ്ഞു പിള്ളേർ 4 വയസ്സ് 3 വയസ്സ് ആദ്യം പാടുന്ന പാട്ടായിരുന്നു. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓർമ്മയുണ്ടോ? നിങ്ങൾ പലരും അത് പാടി വലുതായവരല്ലേ? സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും. സിയോൻ യാത്രയാ. അടുത്തത് സ്വർഗനാട്ടിലൻ. ഓർമ്മയുണ്ടോ? മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോ വരും. ഇതെല്ലാം ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പാട്ടാ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതെല്ലാം എഴുതിയത്. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒരൊറ്റ പ്രത്യാശാഗാനം പോലും ആരും എഴുതിയിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എഴുതി കാണും, പക്ഷെ ആരും പാടി നടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യാശയുടെ പാട്ടുകൾ അതോടെ തീർന്നു. ആ കാലഘട്ടം തൊട്ട് പ്രത്യാശ എന്ന് പറഞ്ഞൊരു വിഷയം ഇല്ല നമുക്ക്. നമ്മുടെ വിഷയങ്ങൾ മൊത്തം വിടുതല. പിന്നെ പാട്ടുകൾ എന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങില്ല,
എൻ്റെ അധ്വാന ഫലം ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ തിന്നും. നേരത്തെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ വീടിൻ്റെ നായകൻ എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതെടുത്ത് കളഞ്ഞു. ഞാൻ കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിനകത്ത് നീ കയറരുത്, ദൂരെ നിന്നൊരു വാക്കുമതി, അകത്ത് കയറരുത്. അങ്ങനെയാക്കി പാട്ട്. അതാർക്കും മനസ്സിലായില്ല. ഈ പ്രത്യാശ എന്ന് പറഞ്ഞൊരു സാധനം എന്ന് എടുത്തു മാറ്റിയിട്ട് മോഹങ്ങൾ എന്ന മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന ആ വൈറസ് ഇതിനകത്ത് കയറ്റിവിട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ നാസിക്ക് ലാസ്റ്റ് ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അന്ന് വൈകിട്ട് അവിടെ ഒരു വലിയ ക്രൂസൈഡ് നടക്കുക. അന്നേരം അവിടുത്തെ പാസ്റ്ററും പിള്ളേരെല്ലാം കേൾക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു മിക്കവാറും വിടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു, ഇവിടെയും വിടുതൽ തന്നെ വിഷയം. ഞാൻ പറഞ്ഞു ഇതൊരു വൈറസാണ്, ഇത് കോവിഡിനേക്കാളും ഭീകരമാണ്. ഇതല്ലാതെ ഒന്നും നമുക്ക് വേണ്ട. ക്രിസ്തുവിനെ വേണ്ട, പ്രത്യാശ വേണ്ട, വിശ്വാസം വേണ്ട. ഈ വൈറസ് ഇന്ന് ഈ സഭകളെ എല്ലാം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നല്ല ശിഷ്യന്മാരായി വചനം പഠിക്കുമ്പോൾ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാം, എങ്ങനെ അപ്പോസ്തലിക ഉപദേശം നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ സ്വാതന്ത്ര്യം തരുന്നു, എങ്ങനെ നമ്മളെ നീതീകരിക്കുന്നു, എങ്ങനെ നമുക്കൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു പ്രത്യാശ, നമ്മളെ നിരാശപ്പെടുത്താത്തൊരു പ്രത്യാശയാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രത്യാശ ഇല്ലാത്തവർക്ക് അനുസരിക്കാൻ പറ്റുകയില്ല. 1 യോഹന്നാൻ 3:2 പറയുന്നു, നാം അവനിരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം എന്താണ്? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. ആ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഈ നിർമ്മലീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ മിനിറ്റ്, ലാസ്റ്റ് ഒരു കഥയും കൂടെ പറയാം. 1 മിനിറ്റ് എടുക്കുള്ളൂ. ഞങ്ങളുടെ ഒരു മോള്, ഞങ്ങളുടെ വീട്ടിലെ ഒത്തിരി പിള്ളേർ, ചെറുപ്പകാലത്ത് ആന്ധ്രയിലായിരിക്കുന്ന സമയത്ത് ഒത്തിരി പിള്ളേർ, 10-12 പിള്ളേർ കാണും. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ചോക്ലേറ്റ് കൊടുക്കും, ഈ കൊച്ചിനും ചോക്ലേറ്റ് കൊടുക്കും. പക്ഷെ ഇവള് കഴിക്കില്ല, ഇവള് പോക്കറ്റിൽ വെക്കും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചോക്ലേറ്റ് തീരുമ്പോൾ ഇവള് ഇത് വെളിയെടുക്കും. അപ്പോൾ ആരുടെയും കൈ ചോക്ലേറ്റ് ഇല്ല. അപ്പോൾ ആരുടെയും കൈ ചോക്ലേറ്റ് ഇല്ലാത്തപ്പോൾ കഴിക്കാനാണ് ഇവൾക്ക് ഇഷ്ടം. അപ്പം ഞാനൊരു ദിവസം ഇവളോട് പറഞ്ഞു, നീ പെട്ടെന്ന് തിന്നാമെങ്കിൽ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്ന് ഇവളെ റാപ്പർ തുറന്നു പോലും ആരും കണ്ടില്ല, അത്ര സ്പീഡായിരുന്നു. നിമിഷ നേരം കൊണ്ട് ഇവള് വായിക്കാതെ കണ്ടില്ല, അത്ര ഫാസ്റ്റ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാം, നമ്മുടെ ഈ ലോകം പെട്ടെന്ന് തീർന്നു പോകുന്നൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്, ഈ ചോക്ലേറ്റ്. അതുകൊണ്ട് ഇതിന് മാക്സിമം നുണയോ നമ്മുടെ പരിപാടി. അതായത് തീർന്നു പോകരുത്, കടിച്ചാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് അപ്പുറത്തിട്ട് നുണഞ്ഞ് ഇപ്പുറത്തിട്ട് നുണഞ്ഞ്, അല്ലെ, ICU കിടക്കുവാണെങ്കിലും ഒരു 4 ശ്വാസം കൂടെ വലിച്ചിട്ട്, കാരണം ഇത് കഴിഞ്ഞ് എങ്ങോട്ടാന്ന് അറിയാൻ മേല, ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. ആകെ ഒരു ചോക്ലേറ്റേ ഉള്ളൂ. ഇത് വെച്ച് രസിച്ച് തിന്നും കുടിച്ചും ആനന്ദിച്ചും നമ്മൾ ജീവിക്കും, അല്ലെ. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് കർത്താവ് ഒരിക്കലും അവസാനിക്കാത്ത രുചിയുള്ളൊരു ചോക്ലേറ്റുമായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കാഴ്ച കണ്ടാൽ ഇത് എതിലെങ്കിലും പോട്ടെ നമുക്ക് തോന്നുകയല്ലേ? തോന്നൂ. ആ പ്രത്യാശ ഇല്ലാതെ നമുക്ക് തോന്നൂ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ പ്രത്യാശയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ പ്രോസ്പെരിറ്റിക്കാരെല്ലാവരും കൂടെ ആ പ്രത്യാശയുടെ കടക്കലാണ് വെട്ടിയേക്കുന്നത്. അതിപ്പോൾ ആർക്കും ഇല്ലാതെ പോയിരിക്കുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമില്ലാതെ പോയിരിക്കുന്നു. ആ പാട്ടുപോലും പാടാൻ പറ്റാതായിരിക്കുന്നു. അതുകൊണ്ട് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഒന്നുകിൽ പൂർവീകരണം അല്ലെങ്കിൽ ഇറങ്ങിപ്പോണം. കാരണം ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം there is no Christ in the churches today. There is no genuine faith. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ കർത്താവ് വെക്കുന്ന ദൗത്യം നിങ്ങളിത് മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, നിങ്ങൾ നാളെ ഇന്ത്യയിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്ന IPC ചർച്ച് ഓഫ് ഗോഡിൽ ഇരിക്കുന്ന സഹോദരിയോട് ചോദിക്കുക, സ്വർഗത്തിൽ പോകുമോ? അപ്പോൾ ആർക്കറിയാം ബ്രദറെ? ഉടനെ ട്രാക്ട് കൊടുക്കുക, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊടുക്കുക, പ്രിപ്പയർ ചെയ്യുക. Start evangelizing the Pentecostals. Start telling them there is a promise that will never be broken. And the Lord has given me that promise. ആ പ്രോമിസ് ആണ് എന്നെ രക്ഷിക്കുന്നതെന്ന് പെന്തക്കോസ്തുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം.